ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ചില ആക്ടിവിറ്റീസ് നമ്മൾ മൊബൈലിലായിരിക്കും കാണുന്നത്. മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് കൂടി ഒന്ന് ലോഗിൻ ചെയ്യുകയാണ്. ഓക്കെ ഓക്കെ, ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. നമ്മുടെ കോ ഹോസ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു. നമ്മുടെ കോ ഹോസ്റ്റ് ഇർഫാനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പ്രോഗ്രാമിലേക്ക്. സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് എന്നെക്കുറിച്ച് അതേപോലെ തന്നെ സെഷനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം. എൻ്റെ പേര് ജസ്ലി, സ്വന്തം സ്ഥലം തിരുവനന്തപുരത്താണ്. കഴിഞ്ഞ 9 വർഷമായിട്ട് വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള മേഖലകളിലാണ് ട്രെയിനിങ് ചെയ്യാറുള്ളത്. ഇതിനു മുമ്പ് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. 2016 വരെ ബാംഗ്ലൂരിൽ വിപ്രോ എന്ന സോഫ്റ്റ്വെയർ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. 2016 നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിച്ചത്. 2016 മുതൽ 20 വരെ ഓഫ്ലൈൻ ക്ലാസ്സുകളായിരുന്നു. 20-ന് ശേഷം, കോവിഡിന് ശേഷം നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഓൺലൈനാണ്. എങ്കിലും വീണ്ടും ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഒരു മാസത്തേക്ക് ഈ മാസം വരുന്നുണ്ട്. അതിനെപ്പറ്റി ഞാനിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സെഷനിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു സെഷനിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ടോപ്പിക്കുകളെ പറ്റി ഞാനൊന്ന് അവതരിപ്പിക്കാം. എന്തൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് കാണുന്നത് എന്നുള്ളത്. ഇന്ന് നമ്മൾ കാണുന്ന ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഹൗ ടു ഏൺ ₹36 lakhs പെർ ഇയർ യൂസിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വർഷത്തിന് 36 ലക്ഷം രൂപ വരെ എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് കാണുന്നുണ്ട്, ഗൂഗിൾ ആഡ്സ്, ഗൂഗിളിലൊക്കെ കാണുന്ന പരസ്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്, ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നത്, പോസ്റ്ററുകളും ലോഗോയൊക്കെ ഡിസൈൻ ചെയ്യുന്ന ടൂളുകൾ നമ്മൾ കാണുന്നുണ്ട്. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, യാതൊരു പ്രോഗ്രാമിംഗും ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും. ഡൊമൈൻ നെയിമുകളെ പറ്റി പറയുന്നുണ്ട്. ഡൊമൈൻ നെയിം കൊണ്ട് ഉദ്ദേശിക്കുന്ന വെബ്സൈറ്റ് അഡ്രസ്സുകളാണ്. അതേപോലെ തന്നെ ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത്, ഓൺലൈൻ മണി മേക്കിങ്ങിലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന കൺസെപ്റ്റ് എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉള്ളവരൊന്ന് ഹോൾഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ടോപ്പിക്കുകളിലേക്ക് പോകാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യുക. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. നിങ്ങൾ റെഡി ആണെങ്കിൽ, ഓരോ ടോപ്പിക്കുകളിലേക്കും പോകാൻ റെഡി ആണെങ്കിൽ റെഡിയാണ്. ഓക്കെ ഓക്കെ, നമുക്ക് ആദ്യം ഈ വർഷത്തിൽ 36 ലക്ഷം എന്ന് പറയുന്ന ഈ സംഭവം തന്നെ ഒന്ന് കാണാം. ഇപ്പൊ എന്താണ് ആക്ച്വലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നമ്മൾ ഈ ഒരു ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. മിഷൻ 36 lakhs എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. മിഷൻ 36 lakhs കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആദ്യം നമുക്ക് ഒരു വർഷത്തിൽ എത്ര രൂപ ഏൺ ചെയ്യണം എന്നുള്ളൊരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു 36 lakhs എന്ന് പറയുന്നത് അച്ചീവബിൾ ആയിട്ടുള്ള സംഗതിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ, അപ്പൊ അതെങ്ങനെയാണ് സാധ്യമാകുന്നത് നമുക്ക് നോക്കാം. ഒരു വർഷം നമുക്ക് 36 lakhs പെർ ഇയർ എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്തണമെങ്കിൽ ഒരു മാസം 3 lakhs എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്തിച്ചേർന്നാൽ മതിയാവും. ഇതിന് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് നമ്മൾ ചെയ്തു തുടങ്ങുകയാണെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഈ ഒരു പിക്ചറിലേക്ക് വരുമ്പോൾ, ഈ മരത്തിൽ കാണുന്ന മാങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ക്ലയൻസ് ആണ്. ഇതിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പല മാർക്കറ്റേഴ്സ് ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഒരു ട്രഡീഷണൽ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വഴിയിലൊക്കെ വന്ന് നോട്ടീസ് വിതരണം ചെയ്യുക, പത്രത്തിൽ പരസ്യം ചെയ്യുക, അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതേസമയം ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഗൂഗിൾ, വാട്സാപ്പ്, യൂട്യൂബ് വഴിയൊക്കെ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നു. അതാണ് ഫ്ലൈ ഹൈ വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയകളെല്ലാം ഉപയോഗിക്കാം. ഇനി ബിസിനസ് ഇല്ലെങ്കിൽ നമ്മൾ ഇത് പഠിച്ചതിന് ശേഷം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ മേഖലയിൽ ജോലി കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയകൾ അല്ലെങ്കിൽ ഗൂഗിൾ പോലെയുള്ള പ്ലാറ്റ്ഫോം ഇല്ലാതെ ഒരു ബിസിനസ് വളർത്തിയെടുക്കുകയും വലുതാക്കുകയും എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് സ്വന്തം ബിസിനസ്സിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത് വരുമാനം ഉണ്ടാക്കാനൊക്കെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് കടക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന മിനിമം 2 സ്കില്ലുകളാണ് ആക്ച്വലി ഇത് നമ്മൾ ചെയ്യുവാൻ വേണ്ടുന്നത്. ഒന്ന് ഡിസൈൻ ചെയ്യുന്ന സ്കില്ലും, രണ്ടാമത്തത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ടൂളുകൾ ആദ്യം ഒന്ന് കാണാം. ഡിസൈൻ ചെയ്യുന്ന ടൂളിലേക്കാണ് നമ്മൾ ആദ്യം കടക്കാൻ പോകുന്നത്. അതായത് സൗണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതായത് നമുക്ക് മുൻ പരിചയം ക്ലിയർ അല്ലേ ഇപ്പൊ ഇർഫാന? അതെ അതെ, ഇപ്പൊ ക്ലിയർ ആയി. ഇടയ്ക്ക് ഒരു സ്റ്റെക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, അതായത് നമുക്ക് മുൻ പരിചയമൊന്നും ഇല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂളാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൂളുകൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ക്ലാസ്സിന് ശേഷം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്.
അതായത് AI ബിങ് ഇമേജ് ക്രിയേറ്റർ. അതായത് ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുവാണെങ്കിൽ ഈ ടൂൾ ലഭിക്കും. bing.com/create എന്നാണ് ഈ ടൂളിന്റെ പേര്. അപ്പോൾ ഇത് ഫ്രീ ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഡിസൈൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. bing.com/create എന്ന സൈറ്റിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുക. bing.com/create bing.com/create. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഡിസൈൻ ആണോ ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ ഒരു കമാൻഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്ത് തരും. ഓക്കെ, നമുക്കൊരു കമാൻഡ് കൊടുത്ത് നോക്കാം. ഈ കമാൻഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കമാൻഡ് കൊടുക്കാം. അപ്പോൾ എനിക്ക് നിർമ്മിക്കേണ്ടത് ഒരു പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ ആണ് നിൽക്കട്ടെ. അപ്പോൾ ഇതിനകത്തേക്ക് വന്നതിന് ശേഷം ഒരു പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ വേണമെന്ന് കമാൻഡ് കൊടുക്കുക. ഓക്കെ, എൻ്റെ കമാൻഡ് ഇതാണ്: ക്രിയേറ്റ് 3D റെൻഡർ ഓഫ് എ പെർഫ്യൂം ബോട്ടിൽ. അതായത് 3D ഷേപ്പിലുള്ള ഒരു പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ വേണം. അതിന് റോയൽ മാജിക് എന്നുള്ള ഒരു ബ്രാൻഡ് നെയിമോട് കൂടിയാണ് ഡിസൈൻ വേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ ഇതിവിടെ കൊടുത്തു, ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇത് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് വേണ്ടി ആ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഡിസൈൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കാണാൻ സാധിക്കും. ഡിസൈൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒന്നിനു പകരം 4 ഡിസൈൻസ് ആണ് അത് ചെയ്തു തരുന്നത് ഒറ്റയടിക്ക്. ഓക്കെ, 4 ഡിസൈൻസ് വന്നു കഴിഞ്ഞു. നമുക്ക് ഓരോന്നൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യത്തെ ഡിസൈൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആവുന്നിരിക്കുന്നത്. റോയൽ മാജിക് എന്ന ബ്രാൻഡ് നെയിം നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, സെക്കൻഡ് ഡിസൈൻ, അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നു. 4ാമത്തെ ഡിസൈൻ, ഇതിനകത്ത് റോയൽ മാജിക് എന്ന ബ്രാൻഡ് നെയിം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഡിസൈനുകൾ കമാൻഡ് കൊടുക്കുമ്പോൾ തന്നെ ഇത് നിർമ്മിച്ചു തരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ തന്നെ നമുക്ക് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് ഹൈ ക്വാളിറ്റി ഇമേജുകളാണ് നമുക്ക് ഡിസൈൻ ചെയ്ത് തരുന്നത്, യുണിക് ആയിട്ടുള്ള. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു കമാൻഡ് കൊടുത്തു, ഇതേപോലെ വേറൊരാൾ കമാൻഡ് കൊടുത്താൽ ഇതേ ഡിസൈൻ അല്ല അവർക്ക് കിട്ടുന്നത്, അവർക്ക് വേറൊരു ഡിസൈനാണ് കിട്ടുന്നത്. യുണിക് ആയിട്ടുള്ള ഡിസൈനാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഗ്രാഫിക് ഡിസൈനറെ അന്വേഷിച്ച് നടക്കുന്നതിന് പകരം ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇമേജ് നിർമ്മിച്ചിട്ട് അതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിനെ എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യുന്നത്? അതായത് ഇതിനകത്ത് നമ്മുടെ ഫോൺ നമ്പർ ലോഗോയോ ഒക്കെ വെക്കണമെങ്കിൽ ഈ കസ്റ്റമൈസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പുറത്ത് നമുക്ക് ലോഗോയോ ഫോൺ നമ്പറോ ഒക്കെ വെച്ചിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. ഓക്കെ, അവിടെ ഞാൻ കസ്റ്റമൈസിലാണ് ഇപ്പോൾ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഓപ്പൺ ആകാൻ പോകുന്നത് ഡിസൈനർ എന്ന് പറയുന്ന മറ്റൊരു ടൂളിൽ ഇത് ഓപ്പൺ ആവുകയാണ്. ഇതും ഫ്രീ ആണ്, മൈക്രോസോഫ്റ്റിന്റെ ടൂളാണ് ഡിസൈനർ. ഇതും ഫ്രീ ആണ്. അപ്പോൾ ഇതിൽ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് ലോഗോയോ ഫോൺ നമ്പറോ ഒക്കെ വെച്ച് അതിനകത്ത് മാറ്റം വരുത്തിയതിന് ശേഷം നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. ഞാൻ ഇതിനകത്തേക്ക് ഒരു ലോഗോ ആഡ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കുന്നത് കാണിക്കാം. ഓക്കെ, നമ്മുടെ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ലോഗോ അപ്ലോഡ് ചെയ്യാൻ ഇവിടെ തന്നെ അപ്ലോഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലോഗോ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത ഒരു ലോഗോ എടുത്ത് ഇവിടെ വെക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടെക്സ്റ്റ് ബോക്സുകളുണ്ട്. ഓക്കെ, ടി എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്റ്റ് ബോക്സുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് എടുത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് കോൾ നൗന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഓർഡർ നൗന്നോ ഒക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ ഒരു മൈക്രോസോഫ്റ്റിന്റെ ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഓർഡർ നൗ എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ ഫോൺ നമ്പർ കൊടുക്കാം. അതിന് വായിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ നമുക്ക് വേറെ ടെക്സ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുക്കാൻ സാധിക്കും. ഈ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ഒക്കെ നമുക്ക് റീഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ വേറെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഡിസൈൻ ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്ന ടൂളാണ് ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് പറയുന്ന ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യാവുന്നതാണ്, ഫ്രീ ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. വളരെ യൂണിക് ആയിട്ടുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് വേറെ ആരെയും ആശ്രയിക്കാതെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡിസൈൻ ചെയ്യുന്ന മറ്റൊരു ടൂളിലേക്ക് കടന്നാൽ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ഒരു ടൂളാണ് കണ്ടത്. രണ്ടാമത്തെ ഒരു ടൂളിലേക്ക് കടക്കാൻ റെഡിയാണെങ്കിൽ, റെഡിയാണോ? രണ്ടാമത്തെ ഡിസൈൻ ചെയ്യുന്ന ടൂളിലേക്ക് കടക്കാൻ റെഡിയാണെങ്കിൽ യെസ്, റെഡിയാണ്. ഓക്കെ, അത് ക്യാൻവ എന്ന് പറയുന്ന ടൂളാണ്. നിങ്ങൾ ചിലരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും ക്യാൻവ എന്ന് പറയുന്ന ടൂള്. അപ്പോൾ ക്യാൻവയ്ക്കകത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് ക്യാൻവയുടെ ഒരു പ്രത്യേകത. ക്യാൻവയ്ക്കകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ canva.com എന്ന് പറയുന്ന സൈറ്റ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാം. മൊബൈൽ ആണെങ്കിൽ ക്യാൻവയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ക്യാൻവയുടെ പെയ്ഡ് വേർഷൻ ഉണ്ടെങ്കിലും ഫ്രീ ഉപയോഗിച്ചുകൊണ്ട് കുറേയധികം ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ canva.com സൈറ്റ് ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, canva.com നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് ഡിസൈനാണ് വേണ്ടതെന്ന് സെർച്ച് ചെയ്താൽ മതി. കാരണം ഇതിനകത്ത് തന്നെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമുക്കൊരു ലോഗോ വേണമെന്നിരിക്കട്ടെ, ഒരു റെസ്റ്റോറൻറ്റോ ഫുഡുമായിട്ടോ ബന്ധപ്പെട്ട ഒരു ലോഗോ വേണമെങ്കിൽ ഫുഡ് ലോഗോ എന്നോ റെസ്റ്റോറൻറ്റ് ലോഗോ എന്നോ ഇതിനകത്ത് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ 100 കണക്കിന് ലോഗോ ടെംപ്ലേറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടമുള്ളവരെ സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ഒന്നേന്ന് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിസിനസ് എന്താണോ ആ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള പോസ്റ്ററുകൾ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് അതിനകത്തുള്ള മെയിൻ ജോബ് എന്ന് പറയുന്നത്. കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഫോൺ നമ്പറും ലോഗോയും ഒക്കെ മാറ്റി നമുക്ക് എഡിറ്റ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇൻഷുറൻസ് ലോഗോ നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് ചോദിക്കുന്ന ഇൻഷുറൻസ് ലോഗോ ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ലോഗോകൾ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ആ വരുന്നതിനകത്ത് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ആ വരുന്ന സിമ്പിൾസ് മാറ്റാനോ ഒക്കെ സാധിക്കും. എല്ലാം 100% കസ്റ്റമൈസ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാനിവിടെ ഇൻഷുറൻസ് ലോഗോ എന്ന് കൊടുത്തപ്പോൾ നമുക്ക് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ലോഗോകൾ വന്നിരിക്കുന്നത്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ എന്നാണ്. ഓക്കെ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലോഗോകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇൻഷുറൻസിന്റെ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഫേസ്ബുക്കിൽ ഇടാൻ പറ്റിയ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു പോസ്റ്റർ നമുക്ക് ഉണ്ടാക്കണമെന്നിരിക്കട്ടെ. അപ്പോൾ ഇൻഷുറൻസ് ഫേസ്ബുക്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റർ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് നിർമ്മിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇൻഷുറൻസ് ഫേസ്ബുക്ക് എന്ന് ഞാൻ ഇവിടെ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഇതിനകത്ത് കുറേയധികം റെഡിമെയ്ഡ് ടെംപ്ലേറ്റ്സ് വന്നിരിക്കുന്നു. ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ്, ട്രാവൽ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുക. എല്ലാം ഫ്രീ അല്ല, ഇതിനകത്ത് 50% ഡിസൈൻസ് ആണ് ഫ്രീ ആയിട്ടുള്ളത്, ഫ്രീ വേർഷനിൽ. ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് ചേഞ്ചസ് വരുത്താൻ സാധിക്കും. ഇപ്പോൾ ഈ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോൺ നമ്പറിന്റെ പുറത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഞാൻ ഈ ഫോൺ നമ്പറിന്റെ പുറത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ഒരു ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നോക്കി, അത് അവിടെ വന്നു. ഇതേപോലെ വെബ്സൈറ്റ് അഡ്രസ്സ് നമുക്ക് ഇതേപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. വെബ്സൈറ്റ് ഇല്ലെങ്കിൽ ആ ഭാഗം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ലൈഫ് ആൻഡ് ഫാമിലി എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ ഹെൽത്ത് എന്നാക്കുവാണ്. ഓക്കെ, ഹെൽത്ത് എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ഇനി ഇതിനകത്ത് നമ്മുടെ ഒരു ലോഗോ വെക്കണമെങ്കിൽ ലോഗോ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നോക്കി, ഇവിടെ അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറമേ നിന്ന് ലോഗോയോ ഇമേജുകളോ എടുത്ത് ഇതിന്റെ പുറത്തേക്ക് വെക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഗാലക്സി ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ലോഗോ, ഇതിൽ തന്നെ ഡിസൈൻ ചെയ്ത ലോഗോയാണ്, അതെടുത്ത് ഇവിടെ വെക്കുകയാണ്. ഇനി ഇതിനകത്ത് നമുക്ക് മലയാളമാണ് ടൈപ്പ് ചെയ്യണമെന്നിരിക്കട്ടെ. അപ്പോൾ മലയാളം ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹെൽത്ത് എന്നുള്ളത് സ്ഥലത്ത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ടൂളുണ്ട്, ഗൂഗിൾ ഇൻപുട്ട് ടൂൾ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. അപ്പോൾ അതിനകത്ത് വന്ന് മലയാളം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം അവിടെ കിട്ടും. ഇപ്പോൾ ഏത് ഭാഷ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഹെൽത്ത് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കി, ഹെൽത്ത് എന്നുള്ളത് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഏത് ഭാഷ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഇതിൽ കൊടുത്തിരിക്കുന്ന മെയിൻ ഫോട്ടോയ്ക്ക് പകരം വേറെ ഫോട്ടോ വെക്കണമെങ്കിൽ അതും പറ്റും. അത് പുറത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം അവിടെ ഇപ്പം ഞാനിവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്ത് ഇതിനകത്തേക്ക് ഡ്രാഗ് ചെയ്തിടാൻ പോവുകയാണ്. അത് അതിനകത്ത് വരും. ഓക്കെ, അപ്പോൾ ഇത് അതിനകത്തേക്ക് ഡ്രാഗ് ചെയ്ത് അതിനകത്തേക്ക് എടുത്തിടുകയാണ്. ഇതൊക്കെ ആ വട്ടത്തിനകത്ത് ഞാൻ ഡ്രാഗ് ചെയ്തിട്ട ഫോട്ടോ വന്നു. ഈ രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഇത് ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ ഇപ്പോൾ ഡിസൈൻ ചെയ്ത ഡിസൈനാണ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്, ഫ്രീ ആണ്. ഫ്രീ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ഡിസൈൻസ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ പെയ്ഡ് വേർഷൻ ഉണ്ടെങ്കിൽ പോലും ഫ്രീ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ബിസിനസ്സിന് പറ്റിയ എന്ത് ടെംപ്ലേറ്റ് ആണ് വേണ്ടത്, ഫേസ്ബുക്കിനാണോ ഇൻസ്റ്റാഗ്രാമിനാണോ ലോഗോയാണോ എന്താണ് വേണ്ടതെന്നുള്ളത് സെർച്ച് ചെയ്യുക, കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിനെ കസ്റ്റമൈസ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരാളെ അന്വേഷിച്ച് നടക്കുകയോ അല്ലെങ്കിൽ എപ്പോഴും പൈസ കൊടുത്തിരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഡിസൈൻ ചെയ്ത ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. ഹെൽത്ത് ലോഗോ വന്നിട്ടുണ്ട്, ഫോൺ നമ്പറും വെബ് അഡ്രസ്സും എല്ലാം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് മൊബൈലിൽ ചെയ്യാനാണെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്. നമ്മുടെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്യാൻവ എന്ന് പറയുന്ന ആപ്പ് കാണാൻ സാധിക്കും. അപ്പോൾ ക്യാൻവ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം ഡിസൈൻ ചെയ്ത് നമുക്ക് അന്നേരം തന്നെ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഒക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ടൂളിലേക്ക് കടന്നാൽ നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് കടന്നാലോ? റെഡി ആണെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു അറ്റൻഡ് ദിസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, റെഡിയാണ്. ഓക്കെ, നമ്മൾ അടുത്ത കാണാൻ പോകുന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും പുതിയ ക്ലയൻസിനെ കണ്ടെത്തിക്കൊണ്ടിരുന്നെങ്കിൽ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളൂ, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ക്ലയൻസിനെ കണ്ടെത്താൻ പുതിയ എൻക്വയറീസ് കിട്ടിക്കൊണ്ടിരിക്കണം. എൻക്വയറീസ് കണ്ടെത്താൻ നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡുകൾ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അതിന് നമ്മളൊരു ഏജൻസി ഏൽപ്പിക്കുകയാണെങ്കിൽ എപ്പോഴും പൈസ കൊടുത്തോണ്ടിരിക്കണം, സർവീസ് ചാർജ് എന്ന് പറഞ്ഞ് പൈസ കൊടുത്തോണ്ടിരിക്കണം. അതേസമയം നമ്മൾ സ്വന്തമായിട്ട് പഠിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആർക്കും സർവീസ് ചാർജ് കൊടുക്കേണ്ട, ഫേസ്ബുക്കിനോ ഇൻസ്റ്റാഗ്രാമിനോ കൊടുക്കാനുള്ള പേയ്മെന്റ് മാത്രം കൊടുത്താൽ മതി. ഇനി അതല്ലെങ്കിൽ ഈ വർക്ക് നമുക്ക് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ മേഖലയിൽ ജോലി കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ്
ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്കില്ല് നമുക്ക് വേണ്ടുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ആരംഭിക്കണമെങ്കിൽ ഇപ്പൊ ഡിസൈൻ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡിനെ പറ്റി പറയുകയാണെങ്കിൽ, ഫേസ്ബുക്കിലൊക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണാറുള്ള ചില പരസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതായത് സ്പോൺസേഡ് എന്ന് എഴുതിയിരിക്കുന്ന അഡ്വർടൈസ്മെന്റുകൾ. സ്പോൺസേഡ് എന്നുള്ള ചെറിയ ഇവിടെ ഞാൻ സ്ക്രോൾ ചെയ്തപ്പോൾ അസറ്റ് പ്രോപ്പർട്ടി ഗ്രൂപ്പ് സ്പോൺസേഡ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ചില പരസ്യങ്ങളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു ഫോം ആയിരിക്കും വരുന്നത്. ഇതിന് ലീഡ് ജനറേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എൻ്റെ ഡേറ്റ കളക്ട് ചെയ്യുക, പേര് ഇമെയിൽ അഡ്രസ് ഒക്കെ കളക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ആരാണ്. ഈ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ അവർക്ക് കിട്ടുകയും അവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ കസ്റ്റമർ എൻക്വയറീസ് നമുക്ക് ഇതേപോലെ വളരെ പെട്ടെന്ന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതിനാണ് ലീഡ് ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ ലീഡ്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇനി ചില പരസ്യങ്ങളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് നേരെ നമ്മുടെ വെബ്സൈറ്റിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുവരുന്നത്. അതിന് ട്രാഫിക് ആണെന്ന് പറയും. ഓക്കെ, ട്രാഫിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെബ്സൈറ്റ് ട്രാഫിക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വെബ്സൈറ്റിലേക്ക് ആൾക്കാർ കടന്നു വരുന്നതിന് ട്രാഫിക് എന്നാണ് പറയുന്നത്. ഓക്കെ, വെബ്സൈറ്റിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് സർവീസ് സെല് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഫോം അവിടെയും വെക്കാം. ഇനി ചില അഡ്വർടൈസ്മെന്റിലാണെങ്കിലോ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് വാട്സാപ്പിലേക്കായിരിക്കും. വാട്സാപ്പിൽ പോയി ചാറ്റ് ചെയ്യാൻ പറ്റും. ഈ പരസ്യം കൊടുത്തവരുടെ വാട്സാപ്പിലേക്ക് പോയി നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള പല പരസ്യങ്ങളും നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണിക്കാറുണ്ട്. അപ്പൊ ഈ പരസ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് വെറുതെ ആരെങ്കിലും എടുത്ത് കാണിക്കുകയല്ല ചെയ്യുന്നത്. ഒരാളുടെ ലൊക്കേഷന്, ഏജ് ഗ്രൂപ്പ്, ഇൻട്രസ്റ്റ് ഇതെല്ലാം വെച്ചിട്ടാണ് ആ ഒരു പരസ്യം ഒരാളെ എടുത്ത് കാണിക്കുന്നത്. ഒരാൾ ടാർഗറ്റ് ചെയ്യണം, ഒരാളെ ലക്ഷ്യമാക്കി ഇങ്ങനെ പോവുകയാണ്. ഈ ടൈപ്പിലുള്ള കസ്റ്റമേഴ്സിന് വേണമെന്ന് ടാർഗറ്റ് ചെയ്ത് പോകുന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ഇതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ എന്നുള്ളത് നോക്കാം. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പേഴ്സണൽ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് ആദ്യം വരിക. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് പേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഒരു പേജ് കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ബിസിനസ്സിന് പറ്റിയ ഒരു പേജും കൂടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ പേജ് നമുക്ക് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പേജ് ഓൾറെഡി ഉള്ളവർ ആ പേജ് നിലനിർത്തുക. പേജ് ഇല്ലാത്തവർ ലെഫ്റ്റ് സൈഡിൽ പേജസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പേജ് 1 മിനിറ്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ന്യൂ പേജ് ഓർ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പബ്ലിക് പേജ് എന്നുള്ളതാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പബ്ലിക് പേജ്. അപ്പോൾ പബ്ലിക് പേജ് എടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്കിവിടെ ലോഗോയും നമ്മുടെ ബിസിനസിന്റെ പേരും ഒക്കെ കൊടുത്ത് ഒരു പേജ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ പേരൊക്കെ ടൈപ്പ് ചെയ്യാനുള്ള ഏരിയ ഇവിടെ കാണാൻ സാധിക്കും. ലോഗോ നമുക്ക് ക്യാൻവയിൽ ഉണ്ടാക്കാം. ഓക്കെ, ഇപ്പം ഞാനൊരു ഇൻഷുറൻസ് ഏജൻസിയുടെ ആണെങ്കിൽ ഗാലക്സി ഇൻഷുറൻസ് എന്ന് പേര് കൊടുക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ കവർ പിക്ചർ, ഈ വീതിയുള്ള ഈ ഇമേജ് എന്ന് പറയുന്നത് നമുക്ക് ക്യാൻവയിൽ ചെന്നിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇപ്പം എന്ത് ബിസിനസ് വെച്ചാണോ ചെയ്യേണ്ടത് ആ ബിസിനസ് വെച്ച് സെർച്ച് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് നല്ല വീതിയുള്ള ഒരു ഡിസൈൻ ഇൻഷുറൻസിന്റെ ഒരെണ്ണമാണ് വേണ്ടതെങ്കിൽ ഇൻഷുറൻസ് ഫേസ്ബുക്ക് കവർ എന്ന് കൊടുക്കുക. റെസ്റ്റോറൻറ്റിനെ ആണെങ്കിൽ റെസ്റ്റോറൻറ്റ് ഫേസ്ബുക്ക് കവർ എന്ന് കൊടുക്കുക. ഈ ഫേസ്ബുക്ക് കവർ എന്ന് പറഞ്ഞാൽ ഈ വീതിയുള്ള ഇമേജ് കിട്ടാൻ വേണ്ടിയാണ് ഫേസ്ബുക്ക് കവർ എന്ന് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്ത് ഇവിടെ വെക്കാൻ സാധിക്കും. വെച്ച് നമ്മുടെ പേജ് റെഡി ആയി കഴിഞ്ഞാൽ പേജിനകത്ത് ഇടുന്ന പോസ്റ്റുകൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ പേജിനകത്ത് ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഞാൻ അതിനുവേണ്ടി നമ്മുടെ കമ്പനിയുടെ ഒരു പേജ് ഓപ്പൺ ചെയ്ത് പേജിനകത്ത് ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. നോക്കി, ഇത് നമ്മുടെ കമ്പനിയുടെ വിവിധ പേജുകളിൽ ഒരു പേജാണ്. അപ്പോൾ ഈ പേജിനകത്ത് ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ നോക്കിയാൽ ഓരോ പോസ്റ്റുകളും ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ പോസ്റ്റുകൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അടി നോക്കിയാൽ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും കേട്ടോ. ബൂസ്റ്റ് പോസ്റ്റ്, അത് നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന ഇമേജ് ആയിക്കോട്ടെ, നമുക്കത് പ്രൊമോട്ട് ചെയ്യാൻ ഇതേപോലെ ബൂസ്റ്റ് പോസ്റ്റ് ഓപ്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ നമ്മുടെ ഒരു ഓഫ്ലൈൻ പ്രോഗ്രാം മറ്റന്നാൾ കൊച്ചിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. ഓക്കെ, ഓഫ്ലൈൻ പ്രോഗ്രാം. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ബൂസ്റ്റ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഏരിയയിലേക്ക് വന്നു. അപ്പോൾ ഈ ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഏത് ലൊക്കേഷൻ, ഏത് ഏജ് ഗ്രൂപ്പ് ഒക്കെ വേണമെന്നുള്ളത് നമുക്കിവിടെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്തേക്ക് വരുമ്പോൾ ടാർഗറ്റിംഗ് ഓപ്ഷൻസ് ഞാൻ അവിടെ കാണിക്കാം. ക്രിയേറ്റ് ന്യൂവിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ക്രിയേറ്റ് ന്യൂവിൽ ഇപ്പോൾ ഇവിടെ ഞാൻ ഓഡിയൻസിന് ഒരു പേര് കൊടുത്തു, കൊച്ചി പ്രോഗ്രാം. ഓക്കെ, ഇപ്പോൾ കൊച്ചിയിൽ നമ്മൾ മെൻ ഓർ വിമൻ, പുരുഷന്മാരെയാണോ സ്ത്രീകളെയാണോ പരസ്യം കാണിക്കുന്നത്, അത് 2 കൂട്ടരെ കാണിക്കണമോ, ഓൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഓൾ സെലക്ട് ചെയ്തു. ഇപ്പോൾ എത്ര ഏജ് ഗ്രൂപ്പിന് ഇടയിലുള്ള ആൾക്കാരെ കാണിക്കണം, ആ പരസ്യം കാണിക്കണം, അത് എനിക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന ഏജ് ഗ്രൂപ്പ് മുതൽ ഇന്ന ഏജ് ഗ്രൂപ്പ് വരെയുള്ള ആൾക്കാരെയാണ് ആ പരസ്യം കാണിക്കേണ്ടത്. അതേപോലെ തന്നെ ലൊക്കേഷൻ. ഓക്കെ, ഇപ്പോൾ കൊച്ചി പ്രോഗ്രാം എന്ന് പറയുന്നത് കൂടുതൽ പേരും കൊച്ചി ഏരിയയിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പോൾ കൊച്ചി ലൊക്കേഷന് ഇത്ര കിലോമീറ്റർ ചുറ്റളവ് എന്ന് പറഞ്ഞ് എനിക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 30 കിലോമീറ്റർ, 40 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ, അങ്ങനെ നമുക്കിവിടെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും.
ഓക്കെ, എത്ര കിലോമീറ്റർ എന്നുള്ളത്. കേരള ഫുള്ള് വേണമെങ്കിൽ കേരള എന്ന് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇപ്പോൾ എനിക്ക് ദുബായിൽ പരസ്യം ചെയ്യണമെങ്കിൽ ദുബായ് എന്ന് ലൊക്കേറ്റ് ചെയ്യുവാണെങ്കിൽ ദുബായിൽ പരസ്യം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാമുകളുടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഗൾഫ് കൺട്രീസ് കൊടുക്കാറുണ്ട്, കേരളം ഫുള്ള് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങൾ വേണമെങ്കിലും ഇവിടെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു കോണിലിരുന്ന് ഏത് കോണിൽ വേണമെങ്കിലും നമുക്ക് ലോകത്തിന്റെ ഏത് കോണിൽ വേണമെങ്കിലും പരസ്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൂടെ. ഇനി ഇത് കൂടാതെ നമുക്കിവിടെ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഏത് ടൈപ്പിലുള്ള കസ്റ്റമേഴ്സിനെയാണ് നമുക്ക് പരസ്യം കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബിസിനസ് ഓണേഴ്സിനെയാണ് കാണിക്കേണ്ടതെങ്കിൽ ഇവിടെ ബിസിനസ് ഓണർ എന്ന് കൊടുത്താൽ ബിസിനസ് ഓണേഴ്സിനെ പരസ്യം കാണിക്കും. സ്റ്റുഡൻസിനെയാണ് കാണിക്കേണ്ടതെങ്കിൽ സ്റ്റുഡൻസ് എന്ന് കൊടുക്കാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഓരോരുത്തരുടെ ജോബ് വെച്ചിട്ടൊക്കെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആൾക്കാരുടെ ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഇപ്പോൾ ഇൻഷുറൻസ് പോളിസികൾ എടുക്കാൻ താല്പര്യമുള്ളവർ പരസ്യം കാണിക്കാം. ഇവിടെ ഇൻഷുറൻസ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇൻഷുറൻസ് പോളിസികൾ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ പരസ്യം എങ്ങനെയാണ് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ അവർക്ക് താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നത്? അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതേപോലെയുള്ള പരസ്യങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരസ്യവും കാണിക്കും. അപ്പോൾ ഇതേപോലെ എന്ത് ടൈപ്പ് ആയിക്കോട്ടെ, ഇപ്പോൾ ഒരാൾ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ പരസ്യം കാണിക്കണമെങ്കിൽ ഹോം ലോണെന്നോ അല്ലെങ്കിൽ ഹോം എന്നൊക്കെ ഇവിടെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഹോം ലോണുകൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ പരസ്യം കാണിക്കും. ഓക്കെ, അല്ലെങ്കിൽ വീട് മേടിക്കാൻ താല്പര്യമുള്ളവരുടെ പരസ്യം കാണിക്കുക. ഈ രീതിയിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും അവരുടെ ആക്ടിവിറ്റി വെച്ചിട്ട്, ഫേസ്ബുക്കിലെ ഇൻസ്റ്റാഗ്രാമിലെ ആക്ടിവിറ്റി വെച്ചിട്ട്. അപ്പോൾ ഇതിനാണ് ഓഡിയൻസ് എന്ന് പറയുന്നത്. ഈ ഓഡിയൻസ് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പരസ്യം ചെയ്യുമ്പോൾ ഇത്രയൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇതിന് എന്ത് ചിലവ് വരും? ഓക്കെ, ഒരു ദിവസം പരസ്യം ചെയ്യാൻ ഒരു 85-90 രൂപയ്ക്കകത്തേ വരത്തുള്ളൂ ഒരു ദിവസത്തേക്ക്. 84 രൂപ 91 പൈസ ഇവിടെ കാണുന്നുണ്ടോ? അപ്പോൾ ഒരു ദിവസത്തേക്ക് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആഡ് കൊടുക്കാനുള്ള മിനിമം ചാർജാണ്. അപ്പോൾ ഇത് വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് നമുക്ക് 10,000-ഓ 50,000-ഓ 1 ലക്ഷമോ 5 ലക്ഷമോ 10 ലക്ഷമോ എത്ര ആൾക്കാരിലേക്ക് എത്തിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചാണ് ഈ പരസ്യം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നത്. പക്ഷെ മിനിമം ചാർജ് എന്ന് പറയുന്നത് 85 രൂപയിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എത്ര ദിവസം ഓടിക്കണം എന്നുള്ളത്, എന്ന് മുതൽ എന്ന് വരെ ഇത് റൺ ചെയ്യണം എന്നുള്ളത് ഇവിടെ കൊടുക്കാം. പൈസ അടയ്ക്കാൻ ഇവിടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ഗൂഗിൾ പേ, അങ്ങനെ പല പേയ്മെന്റ് മെത്തേഡുകളുണ്ട്. ഫോൺ പേയും ഒക്കെ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും മെത്തേഡ് വഴി നമ്മൾ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഈ പരസ്യം ആക്റ്റീവ് ആകുമ്പോഴത്തേക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയും നമുക്ക് എൻക്വയറീസ് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ കൊടുത്തിരിക്കുന്ന പരസ്യത്തിനടിയിൽ ഏത് ടൈപ്പിലുള്ള മെസ്സേജ് വേണോ എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. അത് വാട്സാപ്പിലേക്ക് മെസ്സേജ് വരുന്നത് വേണോ, മെസ്സഞ്ചറിലേക്ക് വരുന്നത് വേണോ, കോള് വരുന്നത് വേണോ, ഡേറ്റ സബ്മിറ്റ് ചെയ്യുന്നത് വേണോ, ഏത് ടൈപ്പ് ബട്ടൺ വേണോ എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിനാണ് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഫേസ്ബുക്കിനകത്ത് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത്. ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റുകൾ ഇട്ടിട്ട് ഇതേപോലെ ബൂസ്റ്റ് ചെയ്ത് വിടാൻ സാധിക്കുന്നതാണ്. ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള ആ ലൊക്കേഷനിലുള്ള ആൾക്കാരിലേക്ക് ഇത് റീച്ച് ചെയ്യിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് തന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ഫേസ്ബുക്കിനുള്ളിലുണ്ട്. ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഒരു സംഭവം ഫേസ്ബുക്കിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിലേക്ക് വന്നത്, ഇപ്പോൾ പല ലൊക്കേഷനുകളിൽ ഇരിക്കുന്നത്, നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് വന്നത്, ഞാൻ ഈ ആഡ് സെറ്റ് ചെയ്ത് കൊടുത്തത് ബിസിനസ് ചെയ്യുന്നവരെ പരസ്യം കാണിക്കുക, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ കാണിക്കുക, അതുപോലെ തന്നെ ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരെ പരസ്യം കാണിക്കുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ താല്പര്യമുള്ളവരെ കാണിക്കുക, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ആണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത് പ്രകാരമായിരിക്കണം ആ പരസ്യം നിങ്ങളിലേക്ക് എത്തുകയും നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണോ സർവീസ് എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ പ്രോഡക്റ്റ് എന്താണോ സർവീസ് എന്താണോ, അതിനനുസരിച്ച് കൃത്യമായിട്ട് കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ നമുക്ക് ഒരുമിച്ച് ആഡ് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ആഡ്സ് മാനേജർ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഒരു ഏരിയ ഫേസ്ബുക്കിലൂടെ കുറച്ചുകൂടെ റിസൾട്ട് കിട്ടുന്ന സംഗതിയാണ് ആഡ്സ് മാനേജർ എന്ന് പറയുന്നത്. ഫേസ്ബുക്കിന്റെ ഹോം പേജിൽ നിന്ന് തന്നെ നമുക്കത് എടുക്കാൻ സാധിക്കും, ആഡ്സ് മാനേജറിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ ഫേസ്ബുക്കിന്റെ ഹോം പേജ് എടുക്കുകയാണ്. അവിടെ നമുക്ക് ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരുമിച്ച് ആഡ് കൊടുക്കാനും അതേപോലെ തന്നെ കുറേ ഓപ്ഷൻസ് ഒക്കെ അവിടെ കാണിക്കുകയും ചെയ്യും. ഇതിന്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ട്. നോക്കി ആഡ്സ് മാനേജർ, നോക്കി ഫേസ്ബുക്കിന്റെ ഹോം പേജിൽ കാണുന്നുണ്ടോ ആഡ്സ് മാനേജർ എന്ന് പറയുന്ന സംഗതി. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാനലിലേക്ക് നിങ്ങൾക്ക് പോകാനും സാധിക്കും. അവിടെ നമുക്ക് പലതരത്തിലുള്ള ആഡുകൾ കൊടുക്കാൻ സാധിക്കും. നോക്കിയപ്പോൾ ഇവിടെ ആഡ്സ് മാനേജറിലേക്ക് ഞാൻ വരികയാണ്. നോക്കി ആഡ്സ് മാനേജറിൽ ചില ആഡുകൾ റൺ ചെയ്തിരിക്കുന്നതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. കൊച്ചി, കണ്ണൂർ, ട്രിവാൻഡ്രം എന്നൊക്കെ കാണാൻ സാധിക്കും. ഇത് ഹോം ലോൺസിന്, അതായത് മഹീന്ദ്ര ഹോം ലോൺസിന് വേണ്ടി ഞാൻ ആഡുകൾ റൺ ചെയ്യാറുണ്ട്. അതിന്റെ ചില റിസൾട്ടുകളാണ് ഇവിടെ കാണുന്നത്. ഒരു കസ്റ്റമർ ലീഡ് കിട്ടാൻ 2 രൂപ 81 പൈസ, 3 രൂപ 69 പൈസ, ഉടൻ ആവറേജ് 5 രൂപയ്ക്കാണ് ലീഡ്സ് കിട്ടിയിരിക്കുന്നത് ഒരു കസ്റ്റമർ ഡേറ്റ. അതായത് 20 ലക്ഷം 30 ലക്ഷം 50 ലക്ഷം ഒക്കെ ലോൺ എടുക്കാൻ താല്പര്യമുള്ള ഒരു പരസ്യം കണ്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റയാണ് കിട്ടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 16,000 രൂപ മുടക്കുമ്പോൾ 3,363 എൻക്വയറീസ് ആണ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്.
അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞ ചെലവിൽ തന്നെ കസ്റ്റമറെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതേസമയം അഡ്വർടൈസിങ് ഏജൻസികളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് അവർ ചെറിയ പൈസയ്ക്ക് ആഡ് റൺ ചെയ്തിട്ട് അവരുടെ സർവീസ് ചാർജായിട്ട് കൂടുതൽ പൈസ മേടിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു എന്ന് പറയുന്നത്. മാത്രമല്ല ഈ കിട്ടുന്ന ഡേറ്റ എന്ന് പറയുന്നത് ചില അഡ്വർടൈസിങ് കമ്പനികൾ ഈ റൺ ചെയ്യുന്ന ആഡിന്റെ ഡേറ്റ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനും കൊടുത്ത് പൈസ മേടിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ആഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആരെയും നമുക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടി വരത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇത് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ ദിവസവും പുതിയ പുതിയ കസ്റ്റമർ ലീഡ്സ് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിനു മുമ്പ് മറ്റു ചില ടോപ്പിക്കുകളോട് നമുക്ക് കാണാനുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ്സിന്റെ ഫേസ്ബുക്ക് ആഡ്സിനാണ് മെയിനായിട്ട് നമ്മൾ കണ്ടത്. അപ്പൊ ഈ ഒരു രണ്ട് സ്കില്ല് നമ്മൾ പഠിച്ചാൽ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംവിധാനം നമുക്ക് ആരംഭിക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്യുന്നതും ഈ ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതും പഠിക്കുക. പഠിച്ചതിന് ശേഷം നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആഡ് കൊടുക്കുക. അതായത് നമ്മൾ ഈ സർവീസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള ആഡുകൾ കൊടുക്കുക. ഇപ്പോൾ ക്യാൻവയിൽ വന്നതിന് ശേഷം ക്യാൻവയിൽ ഇപ്പൊ നമുക്ക് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് പറഞ്ഞ്, അതായത് ഫേസ്ബുക്ക് ആഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന സർവീസസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈൻ കണ്ടെത്തണമെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. നമുക്ക് അതിന്റെ റെഡിമെയ്ഡ് ഡിസൈൻ ഇവിടെ കിട്ടും. ഒരുപാട് ഡിസൈൻസ് ഇതിനകത്ത് റെഡിമെയ്ഡ് ആയിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, ഞാനിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് സെർച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റർ അതിൽ വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്. അപ്പോൾ പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യാൻ നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ ടൈപ്പിലുള്ള പോസ്റ്ററുകളും ക്യാൻവയ്ക്കകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഞാനിതൊന്ന് സെർച്ച് കൊടുക്കുകയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസിന് പറ്റിയ രീതിയിലുള്ള പോസ്റ്ററുകൾ, റെഡിമെയ്ഡ് പോസ്റ്ററുകളാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒരെണ്ണം സെലക്ട് ചെയ്ത് നമ്മളിത് എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്യുമ്പോൾ ഫോൺ നമ്പർ മാറ്റുക, ലോഗോ മാറ്റുക, നമ്മുടെ ഡിസൈനാക്കി മാറ്റിയതിന് ശേഷം നമ്മളത് പ്രൊമോട്ട് ചെയ്യുക. പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എൻക്വയറീസ് കിട്ടും. അതിൽ നിന്ന് ഇപ്പോൾ മാസത്തിൽ ഒരു 2 പേരെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നിരിക്കട്ടെ. ഒരു 2 ക്ലയൻസിനെ എല്ലാ മാസം കണ്ടെത്താൻ സാധിച്ചാൽ തന്നെ ഒരു 5 മാസം കൊണ്ട് 10 ക്ലയൻസിനെ കണ്ടെത്താൻ സാധിക്കും. ഒരു 30,000 പേ ചെയ്യുന്ന ഒരു 10 ക്ലയൻസിനെ കണ്ടെത്തിയാൽ തന്നെ നമ്മുടെ ടാർഗറ്റ് ആയ 3 lakhs എത്തിച്ചേരാൻ സാധിക്കും. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും അപ്ലൈ ചെയ്യേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് മാത്രമല്ല നമുക്ക് വെബ്സൈറ്റ് ക്രിയേഷനും ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതിലേക്ക് കിടക്കാൻ റെഡി ആണെങ്കിൽ എന്ന് കമന്റ് ചെയ്യാം. വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഹോം ലോണിൽ കൊടുത്ത ക്രിയേറ്റീവ്സ് ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാണിക്കാം. ഹോം ലോൺസിന് വേണ്ടി കൊടുത്ത ക്രിയേറ്റീവ് അഥവാ കൊടുത്ത ഡിസൈൻ എന്തായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മഹീന്ദ്ര ഹോം ലോൺസിന് വേണ്ടി കൊടുത്ത ഡിസൈൻസ് ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഒരു ലീഡ് കോസ്റ്റ്. ഓക്കെ, ഞാനൊരു 4 ഡിസൈൻസ് ആയിരുന്നു ആ ഒരു ഹോം ലോൺസിന് വേണ്ടി കൊടുത്തത്. ഓക്കെ, ഇതൊരു ക്രിയേറ്റീവ് ആണ്. ബിൽഡിംഗ് എ ന്യൂ ഭാരത് എന്ന് പറഞ്ഞ് മഹീന്ദ്ര ഹോം ലോൺസ്, ഹോം ഫിനാൻസ്. അതേപോലെ തന്നെ മറ്റൊന്ന് പറയുന്ന പത്രപരസ്യം പോലെ ഇരിക്കുന്ന ഒരു പരസ്യം. ഇങ്ങനെ ഒരു സാധനം കൊടുത്തത് ഭവന വായ്പ. ഓക്കെ, ഭവന വായ്പ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ടുള്ളതെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് മഹീന്ദ്ര ഹോം ലോൺസിന് വീട് എന്ന സ്വപ്നം പൂർത്തിയാക്കാൻ വരുമാന രേഖ ഒരു തടസ്സമോ. ഓക്കെ, ഞങ്ങളിലൂടെ മഹീന്ദ്ര ഹോം ലോൺസ്, ഹോം ഫിനാൻസ്. ഇത് മറ്റൊരു പരസ്യമായിരുന്നു. ഓക്കെ, ഹൗസിംഗ് ലോൺ ഇനി വളരെ എളുപ്പം. ഇപ്പൊ ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റുകൾ മൾട്ടിപ്പിൾ ആഡുകളാണ് ആക്ച്വലി സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതിനാണോ ഏറ്റവും ബെറ്റർ റിസൾട്ട് കിട്ടുന്നത് അത് നിലനിർത്തിയിട്ട് കോസ്റ്റ് കൂടുതലുള്ളത്, ചാർജ് കൂടുതൽ വരുന്ന ആഡുകൾ ഓഫ് ചെയ്തിടും. അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ 5 രൂപയ്ക്കൊക്കെ നമുക്ക് ലീഡ്സ് കണ്ടെത്താൻ സാധിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ഗൂഗിൾ ആഡ്സ് എല്ലാം വെബ്സൈറ്റ് ക്രിയേഷനിലേക്ക് കടന്നാൽ റെഡി ആണെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യാം. വെബ്സൈറ്റ് ക്രിയേഷനിലേക്ക് കടക്കാൻ റെഡിയാണോ? റെഡി ആണെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യാം. യെസ്, റെഡിയാണ്. ഓക്കെ, അതായത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സ്കില്ലോടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതും ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാം, അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്സിന് വേണ്ടി ചെയ്യാം. അപ്പൊ പലരും ചിന്തിക്കും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പ്രോഗ്രാമിംഗ് വേണ്ട. യാതൊരു പ്രോഗ്രാമിംഗും വേണ്ട. അതും 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് 5 മിനിറ്റ് കൊണ്ട് വെബ്സൈറ്റ് നിർമ്മിക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ആ ടൂളാണ് ബിങ് ഇമേജ് ക്രിയേറ്റർ Mixo.io എന്ന് പറയുന്ന ടൂൾ. ഓക്കെ, Mixo.io എന്നുള്ളതാണ് ആ ടൂളിന്റെ പേര്. മിക്സോ ഉപയോഗിച്ചുകൊണ്ട് ആർക്ക് വേണമെങ്കിലും വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ വലിയ പൈസ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തതിന് കൊടുക്കേണ്ട ആവശ്യമില്ല മിക്സോ ഉണ്ടെങ്കിൽ. ഓക്കെ, മിക്സോ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. Mixo.io
എന്നാണ് സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഈ സൈറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. mixo.io. ഓക്കെ, ലോഞ്ച് വെബ്സൈറ്റ്സ് ഇൻ സെക്കൻഡ്സ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ വെബ്സൈറ്റ് നിർമ്മിക്കുക. ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ ഒരു കമാൻഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കമാൻഡ് കൊടുക്കുമ്പോൾ ഈ വെബ്സൈറ്റ് നമുക്ക് നിർമ്മിച്ചു തരും. അപ്പോൾ നമുക്കൊരു ഫിറ്റ്നസ് സെന്ററിന്റെ വെബ്സൈറ്റ് നിർമ്മിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഞാനൊരു ഫിറ്റ്നസ് സെന്ററിന്റെ എക്സാമ്പിളാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ കമാൻഡ് എന്ന് പറയുന്നത്. 1 പേജ് വെബ്സൈറ്റ്. ഓക്കെ, ഒരു പേജുള്ള വെബ്സൈറ്റ് ആണ്. 1 പേജ് വെബ്സൈറ്റ് ഫോർ മൈ ഫിറ്റ്നസ് സെന്റർ ഗാലക്സി ഫിറ്റ്നസ്. ഗാലക്സി ഫിറ്റ്നസ് എന്നാണ് ഫിറ്റ്നസ് സെന്ററിന്റെ പേര്, അല്ലെങ്കിൽ ജിംനേഷ്യത്തിന്റെ പേര്, ഇൻ കൊച്ചി, ഇന്ത്യ. നമുക്കൊന്ന് കൊടുത്തു നോക്കാം. കൊടുത്തു, കണ്ടിന്യൂ കൊടുത്തു. അത് കഴിഞ്ഞ് ഈ ഓപ്ഷനിൽ നിന്ന് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഗെറ്റ് കോൺടാക്റ്റഡ് എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. അതായത് നമുക്ക് അവിടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറോ ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ. ക്ലിക്ക് ചെയ്യുന്നു, അവിടെ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കും. അതിനുശേഷം ജനറേറ്റ് സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇത് തനിയെ നമുക്ക് വെബ്സൈറ്റ് നിർമ്മിച്ചു തരും. ഓക്കെ, അതിപ്പോൾ ഇവിടെ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇമേജുകളൊക്കെ അത് തനിയെ സെലക്ട് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വെബ്സൈറ്റ് ഇപ്പോൾ അത് തനിയെ നമുക്ക് നിർമ്മിച്ചു തരും. ഇതാ വന്നു കഴിഞ്ഞു. ഗാലക്സി ഫിറ്റ്നസ് എന്ന പേരിൽ തന്നെയാണ് സൈറ്റ് വന്നിട്ടുള്ളത്. അച്ചീവ് യുവർ ഫിറ്റ്നസ് ഗോൾസ് വിത്ത് ഗാലക്സി ഫിറ്റ്നസ്. ഓക്കെ, കൊച്ചി, ഇന്ത്യ എന്നൊക്കെ ഉള്ളതൊക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ട ഇമേജുകൾ വന്നിരിക്കുന്നുണ്ടോ? വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ ഇമേജുകൾ വന്നിരിക്കുന്നുണ്ടോ ജിംനേഷ്യത്തിൽ? ഇനി ഇതിൻ്റെ സ്റ്റൈലോ കളറോ ഒക്കെ മാറ്റാൻ ഇവിടെ കസ്റ്റമൈസിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ സ്റ്റൈലോ കളറോ ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. കളറിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഓക്കെ, അതിൻ്റെ കളർ ഇപ്പോൾ മാറി. വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ കളർ വീണ്ടും മാറും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇമേജുകളൊക്കെ വേണമെങ്കിൽ മാറ്റാൻ സാധിക്കും. ഒരു ലോഗോ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കസ്റ്റമൈസ് ബ്രാൻഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോഗോ ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ആഡ് ലോഗോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നുണ്ടോ? അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ആഡ് ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക, അപ്ലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ലോഗോ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ലോഗോ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതിനകത്തേക്ക് ഒരു ലോഗോ അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ ആ ലോഗോ ഇപ്പോൾ അവിടെ വരും, സൈറ്റിനകത്ത് വരും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഏത് ഇമേജ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ആഡ് ചെയ്ത ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് പുറത്തേക്ക് എടുക്കാൻ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ പെയ്ഡ് വേർഷനിലേക്ക് പോകണം താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. പെയ്ഡ് എടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. പെയ്ഡും ഫ്രീ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതായിരിക്കും വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഔട്ട്പുട്ട് എടുക്കാൻ ഇവിടെ സൈറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് പുറത്തേക്ക് ലിങ്ക് ആയിട്ട് എടുക്കാൻ സാധിക്കും. ഞാൻ ഇതിൽ 100-ലധികം വെബ്സൈറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം പലപ്പോഴായിട്ട് നിർമ്മിച്ചതും പല ക്ലാസ്സുകളിൽ ചെയ്ത് കാണിച്ചിട്ടുള്ളതൊക്കെയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ലാസ്റ്റ് നിർമ്മിച്ച വെബ്സൈറ്റിന്റെ ഔട്ട്പുട്ട് ഞാനൊന്ന് പുറത്തേക്ക് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, അത് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പബ്ലിഷ് ആണ്. പബ്ലിഷ് എന്ന് പറഞ്ഞാൽ ഇത് ഇന്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതായത് പബ്ലിഷിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈറ്റ് ഇന്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുകയും നമുക്കൊരു ലൈവ് ലിങ്ക് കിട്ടുകയും ചെയ്യും. ലൈവ് വെബ്സൈറ്റിന്റെ ലിങ്ക് ലഭിക്കുകയും ചെയ്ത് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ ഇതിലൂടെ വേണമെങ്കിലും പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അതും ഫ്രീ ആയിട്ട്. ഓക്കെ, ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഞാൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പെയ്ഡ് വേർഷനിലേക്ക് മാറ്റിയാലുള്ള ഗുണം ഞാൻ കാണിക്കാം. ആദ്യം നമുക്ക് ഫ്രീ ഔട്ട്പുട്ട് ഒന്ന് എടുക്കാം. അത് ഞാനിപ്പോൾ ഇവിടെ ചാറ്റ് വിൻഡോയിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫൈനൽ വെബ്സൈറ്റ് ലിങ്ക് ആണ് ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാ വന്നു കഴിഞ്ഞു. ഫൈനൽ വെബ്സൈറ്റ് ലിങ്ക് നമുക്കിവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, അച്ചീവ് യുവർ ഗാലക്സി ഫിറ്റ്നസ് ഗോൾ വിത്ത് ഗാലക്സി ഫിറ്റ്നസ്. സോ ഇതാണ് ആക്ച്വലി നമ്മുടെ ഫൈനൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റിന്റെ ലിങ്ക് ആണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ട്രൈ ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ഇത് പെയ്ഡ് വേർഷനിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്കതിനെ ഇപ്പോൾ ഈ ഫ്രീയിൽ കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. mixo.io/ഗാലക്സി ഫിറ്റ്നസ്. ഇതിനെ നമ്മൾ പെയ്ഡ് വേർഷനിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്കതിനെ ഇഷ്ടമുള്ള ഡൊമൈൻ നെയിമിലേക്ക് മാറ്റാൻ സാധിക്കും. ഓക്കെ, www.galaxyfitness.com. അപ്പോൾ ഇതിലേക്കൊക്കെ മാറ്റണമെങ്കിൽ പെയ്ഡ് വേർഷനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പറ്റും. അപ്പം സ്വന്തം ആവശ്യത്തിന് ഒരു സൈറ്റ് നിർമ്മിക്കാൻ വളരെ ഈസിയാണ്. മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാനും ഒക്കെ ഈ സൈറ്റ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ mixo.io ഉണ്ടെങ്കിൽ യാതൊരു പ്രോഗ്രാമിങ്ങും ഇല്ലാതെ നമുക്ക്
വെബ്സൈറ്റ് നിർമ്മിക്കുക എന്നുള്ളതാണ്. ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ പലരും ഈടാക്കുന്ന കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് പല ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത്. ഇപ്പം ഇതിനു മുമ്പ് ഹോട്ടലുകളിൽ വെച്ച് പ്രോഗ്രാംസ് നടത്തുന്ന സമയത്ത് കണ്ണൂരിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകാൻ നേരത്തെ ഒരു പാർട്ടിസിപ്പന്റ് പറഞ്ഞതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പ്രോഗ്രാമിന്റെ വീഡിയോ ആണ്. ഇതേപോലെ കണ്ണൂർ, കൊച്ചി, കോഴിക്കോട് അങ്ങനെ പല സിറ്റികളിൽ പ്രോഗ്രാംസ് നടത്താറുണ്ട്. ഈ മെയ് മാസത്തിലും വരുന്നുണ്ട്. ഇപ്പോൾ നടത്തുന്നത് വർഷത്തിൽ ഒരിക്കലാണ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നടത്താറുള്ളത്. അപ്പോൾ ഈ വർഷം എന്ന് പറയുന്നത് ഈ മെയ് മാസത്തിലാണ് നടക്കുന്നത്. കൊച്ചിയിൽ മറ്റന്നാളും അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് അടുത്ത ശനിയാഴ്ച, അതേപോലെ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കണ്ണൂരിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകാൻ നേരത്തെ ഒരു പാർട്ടിസിപ്പന്റ് പറഞ്ഞാണ് അദ്ദേഹത്തിന് 35,000 രൂപ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടി മേടിച്ചു, വെബ്സൈറ്റ് നിർമ്മിച്ചു കൊടുത്തു. പക്ഷെ അത് കൂടാതെ എല്ലാ വർഷവും 28,900 രൂപ ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഇന്ന് വെബ്സൈറ്റ് പുതുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ചെക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചു. ചെക്ക് ചെയ്തപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. എല്ലാ വർഷവും 2,000-3,000 രൂപ കൊടുക്കേണ്ട സ്ഥാനത്താണ് അദ്ദേഹത്തിന് 28,900 രൂപ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാൻ പല ആൾക്കാരുണ്ടായിരിക്കും. നമ്മൾ അതിൽ നിന്ന് കൊടുക്കാതിരിക്കുക, നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മളെ പറ്റിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമുക്കൊരു കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അഫോർഡബിൾ റേറ്റിൽ സർവീസ് ചെയ്ത് കൊടുത്ത് ഒരു ലോങ് ടൈം കസ്റ്റമർ ആയിട്ട് നിലനിർത്തുക. അപ്പോൾ അതിലൂടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അല്ലാതെ ഒരു കസ്റ്റമർ കിട്ടി അവരെ വലിയ പൈസ മേടിച്ച് ഇനി അവരങ്ങ് പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് നല്ലൊരു മെത്തേഡ് അല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു കസ്റ്റമറെ നമുക്ക് ഒരു അഫോർഡബിൾ റേറ്റ്, അവർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു റേറ്റിൽ ലോങ് ടൈമിൽ കൂടെ നിലനിർത്തി മറ്റ് സർവീസുകൾ ഓഫർ ചെയ്ത് അവരിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക. ആ ഒരു പോളിസിയോട് നിങ്ങൾ യോജിക്കുന്നെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഒരു കസ്റ്റമർ കിട്ടി അവർക്ക് ഒരു മിനിമം റേറ്റിൽ നമുക്ക് നഷ്ടമൊന്നും വരാതെ ഒരു ചെറിയ പ്രോഫിറ്റിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലോങ് ടൈമിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കത്തില്ലേ? അതിലൂടെ നിങ്ങൾ യോജിക്കുന്നെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. യെസ്, വളരെ ഷുവർ യെസ് എന്ന് കമന്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. ഓക്കെ, കാരണം പല വെബ്സൈറ്റ് ഡിസൈനേഴ്സിനും അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനും കസ്റ്റമേഴ്സിന് നഷ്ടപ്പെടുന്നത് അവർ വലിയ ചാർജ് ഈടാക്കി ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കൊടുക്കാത്തത് കൊണ്ടാണ്. അപ്പം നമ്മൾ അവർക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഔട്ട്പുട്ട് കൊടുക്കുകയാണെങ്കിൽ കസ്റ്റമർ നമ്മളെ കൂടെ തന്നെ നിൽക്കും. അപ്പൊ ഞാനിത് പറയാൻ കഴിയുന്നത് നമ്മുടെ ട്രെയിനിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 2016-ലാണ്. അപ്പൊ അതിന്റെ സക്സസിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞ സംഗതി എന്ന് പറയുന്നത്. 2016 ആരംഭിക്കുക ഞാൻ ഒരു ടെലികോളർ 2 പേരെ ഉള്ളായിരുന്നു. ഇപ്പൊ നമുക്ക് 44 സ്റ്റാഫുകളുണ്ട് ഇവിടെ. മാത്രമല്ല കോവിഡിന് ശേഷം ഓൺലൈൻ ക്ലാസ്സുകളിൽ തന്നെ 14,000 പെയ്ഡ് പാർട്ടിസിപ്പൻസിന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. കഴിഞ്ഞ ഒരു 4 വർഷം കൊണ്ട് 14,000 പെയ്ഡ് പാർട്ടിസിപ്പൻസിന്. ഇതിന് ഉപയോഗിച്ച ഒരു 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എസ് എന്ന് കമന്റ്. എന്ത് ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾ ആണ് നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സക്സസിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത്? ഇത് ഏത് ബിസിനസ്സിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും. റെഡിയാണോ? എന്തൊക്കെയാണെന്ന്? യെസ്, റെഡിയാണ്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് വിൻ 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 എന്ന ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾ ഊന്നി നമ്മൾ മുന്നോട്ട് പോവുക. വിൻ വിൻ വിൻ, അതായത് നമ്മുടെ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കസ്റ്റമർ വിൻ ചെയ്യണം. കസ്റ്റമറിന് നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ കൊണ്ട് പ്രയോജനം കിട്ടണം, നല്ല സർവീസ് കിട്ടണം, നല്ല സപ്പോർട്ട് കിട്ടണം, എങ്കിലേ അവർ നമ്മുടെ കൂടെ ഉണ്ടാവത്തുള്ളൂ. അതാണ് കസ്റ്റമർ വിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് നമ്മുടെ എംപ്ലോയീസിന് കൃത്യസമയത്ത് സാലറി, ഇൻസെന്റീവ് ഒക്കെ കൊടുത്ത് കൂടെ നിർത്തിയാൽ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. അതേപോലെ തന്നെ സപ്ലൈസ്, നമുക്ക് പ്രോഡക്റ്റോ സർവീസോ സപ്ലൈ ചെയ്യുന്ന മറ്റുള്ളവരെയും കൃത്യസമയത്ത് പേയ്മെന്റ് ഒക്കെ കൊടുത്ത് കൂടെ നിർത്തിയാൽ തീർച്ചയായിട്ടും നമ്മൾ വിൻ ചെയ്യും. വിൻ വിൻ വിൻ. രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്ക് തന്നെയാണ്. അതായത് ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ ആണ് കണക്കാക്കേണ്ടത്, അല്ലാതെ വൺ ടൈം വാല്യൂ അല്ല. ഒരു കസ്റ്റമർ നമ്മളെ കൂടെ തന്നെ കുറെ കാലം നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടും എന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടുക. ഓക്കെ, അപ്പോൾ ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ. മൂന്നാമത്തത് ലേറ്റസ്റ്റ് ടെക്നോളജി അപ്ലൈ ചെയ്യുക. അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിക്കോട്ടെ, അത് നമ്മൾ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഈ 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് ആണ് ആക്ച്വലി നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സക്സസിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് 2 സ്റ്റാഫ് ഉള്ളിടത്ത് നിന്ന് 44 സ്റ്റാഫിലേക്കും, അതേപോലെ തന്നെ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ 14,000 പെയ്ഡ് പാർട്ടിസിപ്പൻസിനെ കണ്ടെത്താൻ സാധിച്ചത്. 14,000 കണക്കൊക്കെ ഞാൻ ഇവിടെ കാണിക്കാം. നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ എത്ര പേര് പഠിച്ചിട്ടുണ്ട്, അതിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പം ഏത് ബിസിനസ്സിലാണെങ്കിലും ഇത് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്ത് വിജയിക്കാൻ സാധിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇനിയും നമുക്ക് കുറച്ച് ടോപ്പിക്കുകൾ കവർ ചെയ്യാനുണ്ട്. ആമസോണിലൂടെ സെല്ല് ചെയ്യുന്നത്, അതേപോലെ തന്നെ AI ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം നമുക്ക് കാണാനായിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിന് ആൻസർ തരേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പെയ്ഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് എന്താണെന്നുള്ളത് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ ശേഷം വരാൻ പോകുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ AI ഉപയോഗിച്ചുകൊണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലത്തെ വീഡിയോസ് നിർമ്മിക്കുന്നത്. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആർട്ടിഫിഷ്യൽ ഓക്കെ, ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് ഒരു 2-3 മിനിറ്റ് കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആമസോണിലൂടെ പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നത്. ഓക്കെ, ആമസോണിലൂടെ പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നത്, പ്രോഡക്റ്റ് ഇല്ലെങ്കിലും ആമസോണിലൂടെ സെല്ല് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന ചില മെത്തേഡുകളൊക്കെ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ.
അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ആക്ച്വലി നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാം, അതേപോലെ തന്നെ ഇപ്പം വരാൻ പോകുന്ന ഓഫ്ലൈൻ ട്രെയിനിങ് പ്രോഗ്രാം എന്താണെന്നുള്ളത് അവതരിപ്പിക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ തന്നതിന് ശേഷം ഞാൻ മറ്റു ടോപ്പിക്കുകളിലേക്ക് കടക്കുന്നതായിരിക്കും. നമ്മളിവിടെ ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്ന ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. അപ്പം നിങ്ങൾക്ക് ഏത് ലൊക്കേഷനിൽ ഇരുന്ന് വേണമെങ്കിലും ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും പഠിക്കാനും സാധിക്കും. അപ്പോൾ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഫീസും അതേപോലെ തന്നെ അതിൻ്റെ ക്ലാസ്സുകൾ, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അവതരിപ്പിക്കാം. അതേപോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ട് വരാൻ പോകുന്ന പ്രോഗ്രാംസ്, അത് വരാൻ പോകുന്നത് ഈ വരുന്ന ശനിയാഴ്ചയാണ്. അതായത് മറ്റന്നാളാണ് ഫസ്റ്റ് പ്രോഗ്രാം കൊച്ചിയിൽ വരാൻ പോകുന്നത്. ഇത് നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ 3 മാസത്തെ ലൈവ് ക്ലാസ്സുകളും അതേപോലെ തന്നെ 1 ഇയർ ആ ക്ലാസ്സുകളുടെ എല്ലാം റെക്കോർഡിങ്സ്, ആ ക്ലാസ്സുകളുടെ എല്ലാ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് 1 ഇയറിലേക്ക് ലഭിക്കും. അപ്പം അതേപോലെ തന്നെ 1 ഇയറിലേക്കുള്ള സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത്. 1 വർഷത്തേക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കും. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ കോൺടാക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു മിഷൻ 36 lakhs എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്താനുള്ള എല്ലാ ഗൈഡൻസും കാര്യങ്ങളും ഇതിലൂടെ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ സ്വന്തമായിട്ട് വെബ്സൈറ്റ് നിർമ്മിക്കുന്നത്, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഗൂഗിൾ ആഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഗൂഗിൾ സെർച്ചിൽ വരുന്ന പരസ്യങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് ചെയ്ത് പഠിക്കാം. ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നത് ചെയ്ത് പഠിക്കാം. അപ്പോൾ പോസ്റ്ററുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നത്, ലോഗോയൊക്കെ ഡിസൈൻ ചെയ്യുന്നത്, പ്രൊഡക്റ്റുകൾ ആമസോൺ ഫ്ലിപ്കാർട്ടിലൂടെ ഒക്കെ സെല്ല് ചെയ്യുന്നത്, അതേപോലെ തന്നെ പേയ്മെന്റ് ലിങ്കുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പേയ്മെന്റ് ലിങ്കുകൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്യുന്നത് എങ്ങനെ. അതുകൂടാതെ യൂട്യൂബ് മാർക്കറ്റിംഗ് വരുന്നുണ്ട്. യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സിനെ വർദ്ധിപ്പിക്കുന്നത്, യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്, അതിനകത്ത് ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, വീഡിയോ എഡിറ്റിംഗ് കവർ ചെയ്യുന്നുണ്ട്, ഗ്രോത്ത് ഹാക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിരവധി ടോപ്പിക്കുകൾ വരുന്നുണ്ട്. മേക്ക് മണി ഫ്രം യൂട്യൂബ്, യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്, അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, ട്വിറ്റർ മാർക്കറ്റിംഗ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 20ഓളം മോഡ്യൂൾസ് ആണ് അതിനകത്ത് വരുന്നത്. 20ഓളം മോഡ്യൂൾസ് ഈ ഒരു ഇതിനകത്ത് വരുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വരുന്നുണ്ട്. ചാറ്റ് GPT, ഡീപ്സീക്ക്, ജെമിനി പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നത് പറഞ്ഞാൽ എല്ലാ ചൊവ്വാഴ്ചയും 7:30 മുതൽ 9:30 വരെയാണ് ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ 12 ലൈവ് ക്ലാസ്സുകൾ അതിൽ വരുന്നുണ്ട്. സാറ്റർഡേസിൽ സെപ്പറേറ്റ് ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ വരുന്നുണ്ട്. പിന്നെ മെഗാ മീറ്റപ്പുകൾ, എല്ലാ മാസങ്ങളിലും നടക്കുന്ന മെഗാ മീറ്റപ്പുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. അതായത് നമ്മുടെ പെയ്ഡ് പാർട്ടിസിപ്പന്റ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും കൂടെ ഒന്നിക്കുന്നതാണ് ഈ മെഗാ മീറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓൺലൈനിൽ നടക്കുന്ന മീറ്റിംഗ് ആണ്. അപ്പോൾ ഇതിനകത്ത് ബിസിനസ് ഐഡിയകൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. മാർക്കറ്റിംഗ് ഐഡിയകൾ പലരും ഡിസ്കസ് ചെയ്യും. അപ്പം ഇതൊക്കെ അതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ജോലി കണ്ടെത്താൻ സാധിക്കും. ജോലിക്ക് ആളിനെ ഹയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്നതോടുകൂടി മറ്റ് ബിസിനസ് ഓണേഴ്സിനെയൊക്കെ പരിചയപ്പെടാനും നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതെല്ലാം അടങ്ങുന്ന ഇതെന്ന് പറയുന്നത് ഒരു 36 ലൈവ് സെഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ലൈവ് സെഷൻസിന്റെ ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സും ലഭിക്കും. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ലൈവ് ക്ലാസ് മിസ്സായാലും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ റെക്കോർഡിങ്സും നിങ്ങൾക്ക് ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ലഭിക്കും. അപ്പോൾ ഇതിൽ വരുവാണെങ്കിൽ 2020 മുതലേ ഉള്ള ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സ് കാണാൻ സാധിക്കും. 2020 മുതലേ ഉള്ള ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സ് കാണാൻ പറ്റും. കഴിഞ്ഞ ബാച്ചിന്റെ റെക്കോർഡിങ്സും കാണാൻ സാധിക്കുന്നതാണ്. ഇത് കൂടാതെ ഷോർട്ട് വീഡിയോസ് ഉണ്ട്. ഓരോ ടോപ്പിക്കിന്റെ ബേസിലുള്ള ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് ആക്ച്വലി ഓൺലൈൻ ക്ലാസ്സിനകത്തേക്ക് വരുന്ന ടോപ്പിക്കുകൾ. ഇത് കൂടാതെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് 3 മാസം കഴിയുമ്പോഴായിരിക്കും ലഭിക്കുന്നത്. അത് കൂടാതെ മറ്റ് ബോണസുകളും ലഭിക്കും. അതായത് കാംറ്റേഷ്യ സ്റ്റുഡിയോ എന്ന് പറയുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ 17,000 രൂപ വരുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ഇതിന്റെ കൂടെ തന്നെ ലഭിക്കും. വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ലഭിക്കും. ക്യാൻവ പ്രീമിയം ഗ്രാഫിക്സ് ബണ്ടിൽ ലഭിക്കും. അതുപോലെ തന്നെ കണ്ടന്റ് കലണ്ടർ ലഭിക്കും. അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന ഈ ഒരു കോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 31,500 ആണ് ഈ കോഴ്സിന്റെ വാല്യൂ വരുന്നത്. എങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് വരുന്നത് 14,500 മാത്രമാണ്. ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് വരുന്നത്. അതിൽ തന്നെ ഒരു സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത് ആദ്യം ബുക്ക് ചെയ്യുന്ന 10 പേർക്ക് ലഭിക്കുന്ന 6,500 എന്ന ഓഫർ ഫീസിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, 6,500 ആണ് ആ ഒരു ഓൺലൈൻ ക്ലാസിന്റെ ഫസ്റ്റ് 10 ബുക്കിംഗ്സിനകത്ത് വരുന്നത്. ഫസ്റ്റ് 10 ബുക്കിംഗ്സ് കഴിഞ്ഞാൽ 14,500 ആയിരിക്കും വരുന്നത്. ഓക്കെ, മാത്രം ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെയാണ് ബന്ധപ്പെടേണ്ടത്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്, എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്ക് വരുവാണെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തുന്ന ഓഫ്ലൈൻ ക്ലാസ്സുകളാണ്. അപ്പോൾ അതിപ്പം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഡേറ്റും ടൈമും ഹോട്ടലുകളും ഞാനിവിടെ കാണിക്കാം. നോക്കിയാൽ 1 day AI പവേർഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക്ഷോപ്പ്. അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഈ മാസമാണ് ഉള്ളത്. കൊച്ചിയിൽ മറ്റന്നാളാണ്, അതായത് 10-ാം തീയതി, മെയ് മാസം 10-ാം തീയതിയാണ് ഉള്ളത്. രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സെഷനാണ്. തിരുവനന്തപുരത്ത് 17-ാം തീയതിയാണ്, അടുത്ത ശനിയാഴ്ചയാണ് തിരുവനന്തപുരത്ത് വരുന്നത്. കോഴിക്കോടാണെങ്കിൽ അതിൻ്റെ അടുത്ത ശനിയാഴ്ച, അതായത് മെഡോറ ഹോട്ടലിലാണ് നടക്കുന്നത്. സ്റ്റേഡിയം ജംഗ്ഷൻ അടുത്തുള്ള മെഡോറ ഹോട്ടൽ കോഴിക്കോട്. അപ്പോൾ 24 മെയ് ആണ്. കണ്ണൂരിൽ 25-ാം തീയതിയാണ് വരുന്നത്.
ഇതെല്ലാം 4-സ്റ്റാർ ഹോട്ടലുകളാണ്. അപ്പോൾ 4-സ്റ്റാർ ഹോട്ടലിന്റെ ഒരു ആംബിയൻസിലൊക്കെ ഇന്ന് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് ചെയ്യിപ്പിക്കുന്ന സെഷനാണ് ആക്ച്വലി ഇതെന്ന് പറയുന്നത്. പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ലാപ്ടോപ്പ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ ലാപ്ടോപ്പ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണിത്, ഈ ഓഫ്ലൈൻ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആക്ച്വലി 1 ഡേ ഓഫ്ലൈൻ പ്രോഗ്രാമിന് ശേഷം ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. 1 ഡേ കൊണ്ട് തീരുന്നില്ല യഥാർത്ഥത്തിൽ. അതിനുശേഷം ഫോളോ അപ്പ് ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതിന്റെ ക്ലാസ്സുകൾ മിസ്സായാലും അതിന് റെക്കോർഡിങ്സ് ലഭിച്ചുകൊണ്ടിരിക്കും, അതിനും സപ്പോർട്ട് ലഭിക്കും. ഓക്കെ, അതിന് 1 മാസത്തോളം സപ്പോർട്ടും ലഭിച്ചുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ബോണസുകളും ഈ ഓഫ്ലൈൻ ക്ലാസ്സുകൾക്കുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളിൽ പറഞ്ഞ എല്ലാ ബോണസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകൾക്കുണ്ട്. വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ്, അതുകൂടാതെ സപ്പോർട്ടുകൾ എല്ലാം അതിനകത്തും ലഭിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. പിന്നെ അതിനകത്ത് പ്രാക്ടിക്കലായിട്ട് വന്ന് ചെയ്യാനുള്ള അവസരം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 5,500 ആണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, 5,500 ആണ് അതിന്റെ ഓഫർ ഫീസ് വരുന്നത്. 2,000 അടച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സീറ്റ് കൺഫേം ആവും. 3,500 ഹോട്ടലിൽ വരുമ്പോൾ പേ ചെയ്താൽ മതി. ഓക്കെ, കാരണം ഇത് ലിമിറ്റഡ് സീറ്റുകളാണ് ആക്ച്വലി ഇതിനകത്തുള്ളത്. കാരണം അത് നമുക്ക് ഓഫ്ലൈൻ ആയതുകൊണ്ട് ഇത്ര സീറ്റുകളിൽ കൂടുതൽ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് കൊച്ചിയിൽ മറ്റന്നാൾ നടക്കുന്ന പ്രോഗ്രാമിന് എനിക്ക് തോന്നുന്നത് 3 സീറ്റ് എങ്ങാണ്ട് ഇനി ബാലൻസ് ഉള്ളതാണ് തോന്നുന്നത്. അഡ്മിഷൻ സ്റ്റാറ്റസ് ഞാൻ എടുത്തോട്ടെ, സീറ്റിന്റെ സ്റ്റാറ്റസ്. ഓക്കെ, കൊച്ചിയിൽ മറ്റന്നാൾ നടക്കുന്ന പ്രോഗ്രാം ആക്ച്വലി 3 സീറ്റേ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി 27 സീറ്റുകളും ബുക്ക് ആയിട്ടുണ്ട്. നോക്കി, ഇത് ബുക്ക് ചെയ്തവരുടെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ഈ ലാസ്റ്റ് 3 സീറ്റ്സ് ആണ് ആക്ച്വലി മറ്റന്നാളുള്ള പ്രോഗ്രാമിൽ. അതേസമയം തിരുവനന്തപുരത്തിന് 7 സീറ്റും അതേപോലെ തന്നെ കാലിക്കറ്റിന് 6 സീറ്റ്, കണ്ണൂരിന് 8 സീറ്റ്. ഓക്കെ, എല്ലായിടത്തും യഥാർത്ഥത്തിൽ 10 സീറ്റ് താഴെ ഉള്ളത്. കൊച്ചിയിൽ മാത്രം 3 സീറ്റാണ് അവൈലബിൾ ആയിട്ട് ഉള്ളത്. കാരണം അത് ലിമിറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് ലാപ്ടോപ്പ് ഒക്കെ വെച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരു ഹാളിനകത്ത് ഇത്ര ആൾക്കാർക്ക് മാത്രമാണ് ലാപ്ടോപ്പും കമ്പ്യൂട്ടറും അതേപോലെ തന്നെ ഇതൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്നത്. ലാപ്ടോപ്പ് ഇല്ലാതെയാണ് വരുന്നെങ്കിൽ മൊബൈലിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് സെഷനാണ് അതെന്ന് പറയുന്നത്. അതിന്റെ ഫീസ് 5,500 ആണ് വരുന്നത്. പക്ഷേ അതിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് 1 മന്തിലേക്കാണ് സപ്പോർട്ടും അതേപോലെ തന്നെ ലൈവ് ക്ലാസ് ഓൺലൈൻ ക്ലാസ്സുകളും വരുന്നത്. മറ്റത് 1 ഇയറിലേക്കാണ് സപ്പോർട്ടും അതുപോലെ തന്നെ 1 ഇയറിലേക്കാണ് അതിന്റെ റെക്കോർഡിങ്സും കാര്യങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സിക്യൂട്ടീവിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. അപ്പം അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട്. അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണോ വന്നിരിക്കുന്നത് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചെന്ന് നമ്മുടെ എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് അതിന്റെ ഡീറ്റെയിൽസ് അവർ തരും. 2,000 അടച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഏതിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഓഫറിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഓൺലൈനിലോ അല്ലെങ്കിൽ ഓഫ്ലൈനിലോ ഏതിലേക്ക് വേണമെങ്കിലും 2,000 അടച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇപ്പം ഓൺലൈൻ ആണെങ്കിൽ ബാലൻസ് പേയ്മെന്റ് അടച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ബാച്ചിലേക്ക് കയറാൻ സാധിക്കും. ഓഫ്ലൈൻ ആണെങ്കിൽ ഹോട്ടലിൽ വരുമ്പോൾ ബാലൻസ് പേയ്മെന്റ് അടച്ചാൽ മതി. ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഓഫ്ലൈനും ഓൺലൈനും തമ്മിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലോ സംശയം ഉണ്ടെങ്കിലോ ചോദിക്കാം. അതേപോലെ തന്നെ ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, എനി ഗുഡ് പേഴ്സൺ നോസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാൻ കോൺടാക്ട് ജീവൻദാസ്. നമ്മുടെ എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയച്ചാൽ മതി, ഡീറ്റെയിൽസ് ലഭിക്കും. കാർത്തിക് സാർ മെസ്സേജ് ചോദിക്കുന്നുണ്ട്. കാർത്തിക് സാർ നമ്മുടെ എക്സിക്യൂട്ടീവിന് ഒരു മെസ്സേജ് അയക്കുക. കാരണം ഇതിന്റെ പേയ്മെന്റ് ലിങ്കോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ ഞാനല്ല ഇവിടുന്ന് അയക്കുന്നത്. നിങ്ങൾ ഏത് എക്സിക്യൂട്ടീവുമായിട്ടാണോ കണക്റ്റഡ് ആയിരിക്കുന്നത് അവരാണ് അത് അയച്ചു തരുന്നത്. കാരണം ഓരോരുത്തർക്കും പിന്നെ കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യാനുള്ള അവസരം എക്സിക്യൂട്ടീവ്സിനുണ്ട്. ഓക്കെ, അവർക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഫസ്റ്റ് ആക്ഷൻ ടേക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈമറൂടെ ഞാനിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ആക്ഷൻ ടേക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള 6,500 ഓഫർ ആയാലും അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഓഫ്ലൈൻ പ്രോഗ്രാമിങ്ങിന്റെ ബുക്കിങ്ങിലാണെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നവർക്കായിരിക്കും ആ ഒരു ഓഫറിലും സീറ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈമർ ഇവിടെ സെറ്റ് ചെയ്യാം. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ അൺമ്യൂട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലൈവായിട്ട് ചോദിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ ചാറ്റ് വിൻഡോയിൽ ചോദിച്ചു കഴിഞ്ഞാലും അതിന് ആൻസർ തരുന്നതായിരിക്കും. 20 മിനിറ്റ്സിന്റെ ഒരു ടൈമർ കൂടെ ഞാൻ സെറ്റ് ചെയ്യണം ഓഫർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ ഡിയർ സാർ, ഐ ആം ഇൻ ഓൺ, ഹൗ ക്യാൻ ഐ ജോയിൻ ഓഫ്ലൈൻ ക്ലാസ്? അമർ ചോദിക്കുന്നുണ്ട്. ഒമാനിലാണെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ഫ്ലൈറ്റ് പിടിച്ച് കൊച്ചിയിലേക്കോ കോഴിക്കോടേക്കോ വരേണ്ടി വരും. അപ്പം അമറിന് ഓൺലൈൻ ക്ലാസ് ആയിരിക്കും സ്യൂട്ടബിൾ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ അവർ എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ,
നേരെ നമ്മുടെ ഒരു എക്സിക്യൂട്ടീവ് മെസ്സേജ് പേഴ്സണൽ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് എനിക്ക് ബേസിക് നോളജാണ് ഇത് പഠിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും പഠിക്കാൻ സാധിക്കും. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സുകളിൽ എന്ന് പറയുന്നത് എന്ത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട വെരി ബേസിക് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാൻ സാധിക്കും. ഞാനിത് പറയാൻ കാര്യം നമ്മുടെ പെയ്ഡ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ഒരു പാർട്ടിസിപ്പന്റ് എന്നോട് പറഞ്ഞാണ് അദ്ദേഹം കോഴ്സ് ജോയിൻ ചെയ്യാൻ കാരണം അദ്ദേഹത്തിന് സുഹൃത്ത് ആമസോണിലൂടെ പ്രൊഡക്റ്റുകളൊക്കെ സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് കൂട്ടുകാരനോട് ചോദിച്ചപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു എനിക്കൊന്ന് മനസ്സിലാവുന്നില്ല പറഞ്ഞ് ഓടിച്ചു വിട്ടെന്ന്. കാരണം നമ്മൾ ആരോടും അത് പറയാൻ പാടില്ല, എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയും എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, പിന്നെ ചിലർക്ക് ഒരല്പ സമയം കൂടുതൽ എടുക്കുമെന്ന് മാത്രം. അപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നത്തിന് ഒരു പരിഹാരവും ആവുകയും ചെയ്യും, അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുകയും ചെയ്യും, നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുകയും ചെയ്യും, നമ്മുടെ അറിവ് വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ അഫിലിയേറ്റ് മാർക്കറ്റിംഗിലേക്ക് വരുന്നുണ്ട്, മറ്റ് ടോപ്പിക്കിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ചിലർ പേയ്മെന്റ് അടച്ച മെസ്സേജ് വന്നിട്ടുണ്ട്. അവരുടെ പേര് ഞാനൊന്ന് വിളിക്കാം. പേര്, ഇമെയിൽ അഡ്രസ്, വാട്സാപ്പ് നമ്പർ ഒന്ന് അയച്ചു കൊടുക്കുക. ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, ഗൂഗിൾ പേയിലാണ് ചില പേയ്മെന്റ്സ് വന്നിട്ടുള്ളത്. ഗൂഗിൾ പേയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഗൂഗിൾ പേയിൽ പേയ്മെന്റ് അടച്ചവരുടെ പേര് ഞാൻ വിളിക്കാം. രാജേഷ് സാറിന്റെ പേയ്മെന്റ് വന്നിട്ടുണ്ട്. രാജേഷ് വി ബി, രവി, സബീർ, ജോൺ സി, വണ്ടർ വേൾഡ്, സന്തോഷ് മുനീർ. അവർ പേര്, ഇമെയിൽ അഡ്രസ്, വാട്സപ്പ് നമ്പർ അയച്ചു കൊടുക്കുക. ഓക്കെ, ഏജ് ലിമിറ്റ് ഉണ്ടോ എന്ന് ജയ മാത്യൂസ് മാഡം ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഏജ് ലിമിറ്റ് ഒരു പ്രശ്നമേ അല്ല. കാരണം ഇത് പഠിക്കാൻ നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കുക, അതേപോലെ തന്നെ ബേസിക് മൊബൈലോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കാൻ അറിയാവുന്ന ആർക്കും പഠിക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു മീറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്വാളിഫൈഡ് ആണ്. നമുക്ക് സൂമിലേക്ക് കയറി അത് അറ്റൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. മാത്രമല്ല ഈ ഒരു കോഴ്സിനകത്ത് എന്തുകൊണ്ടാണ് ഇത്രയധികം സപ്പോർട്ട് സ്റ്റാഫുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ബേസിക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ആൻസർ തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സപ്പോർട്ട് സ്റ്റാഫുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും പലർക്കും സംശയം വരുന്നത്. ഇപ്പോൾ എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുവാണെങ്കിൽ നമ്മൾ അന്നേരം ഹെൽപ്പ് ചെയ്യാൻ ഒരു സ്റ്റാഫോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളവിടെ പകുതി വഴിക്ക് നിർത്തിയിട്ട് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സപ്പോർട്ട് സ്റ്റാഫുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ ഓക്കെ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സംഗതികളെല്ലാം വെച്ച് എങ്ങനെയാണ് ആക്ച്വലി വരുമാനം ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൂളുണ്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന ടൂളുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത്? അപ്പോൾ അതിലേക്ക് ഞാനൊന്ന് കടക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്കില്ല് നമ്മൾ പഠിച്ചു കഴിയുകയാണെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് ഒരു പൈസ ചിലവുണ്ടോന്ന്, രണ്ടാമത്തത് അതിനുവേണ്ടി നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണം, നമ്മുടെ എനർജി സ്പെൻഡ് ചെയ്യണം. ഇതെല്ലാം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ബെനിഫിറ്റ് കിട്ടണം. ബെനിഫിറ്റ് എങ്ങനെ നമുക്ക് കണ്ടെത്താം? ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബിസിനസ്സിനകത്ത് അപ്ലൈ ചെയ്ത് നമ്മുടെ ബിസിനസ് വർദ്ധിപ്പിച്ച് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ബിസിനസ് ഇല്ലെങ്കിൽ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ രീതിയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മളൊരു ബിസിനസ് ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സർവീസസ് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. ഓക്കെ, സൗദിയിലുള്ളവർക്ക് ഏതാണ് നല്ലതെന്ന് ചോദിക്കുന്നത്. സൗദിയിലുള്ളവർക്ക് ഓൺലൈൻ ക്ലാസ് ആയിരിക്കും ബെറ്റർ. കാരണം നമ്മുടെ പ്രോഗ്രാംസ് നടക്കുന്നത് കേരളത്തിലായതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും സൗദിയിലുള്ളവർക്ക് ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾ കൊച്ചിയിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ കോഴിക്കോടേക്കോ എത്തേണ്ടിയിരിക്കുന്നു, തിരുവനന്തപുരത്തോ കണ്ണൂരോ. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെ നമുക്ക് ഇത് ഈ സർവീസസ് എല്ലാം വെച്ച് വരുമാനം ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിനിമം 2 സ്കില്ല് ഇതിനകത്ത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, മിനിമം 2 സ്കില്ല്. ഞാൻ നേരത്തെ പറഞ്ഞ ഡിസൈൻ സ്കില്ലും പഠിക്കുക, അതേപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതും പഠിച്ചങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ഒരു ഗോൾ സെറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗോൾ നമുക്ക് സെറ്റ് ചെയ്യണം. ഒരു വർഷം എത്ര ലക്ഷം രൂപ നമ്മൾ ഏൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളൊരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഈ മിനിമം ഈ 2 സ്കില്ല് പഠിച്ചുകൊണ്ട് ആരംഭിക്കുക. ഡിസൈൻ ചെയ്യുന്നതും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതും. ഇത് രണ്ടും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോ മാസത്തിൽ ഓരോ ക്ലയന്റോ 2 ക്ലയൻസിനെ വെച്ച് കണ്ടെത്താൻ സാധിച്ചാൽ തന്നെ അവരെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അവരെ നമ്മൾ നിലനിർത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെബ്സൈറ്റ് ക്രിയേഷനും കൂടെ ആരംഭിക്കുക. ഇപ്പം വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൂൾ ഞാൻ പറഞ്ഞല്ലോ, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൂളും കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതുകൂടെ ചെയ്ത് കൊടുക്കാൻ ആരംഭിക്കുക. തീർച്ചയായിട്ടും ആ ക്ലയൻസിന് ആ സർവീസ് കൂടെ കൊടുക്കുന്ന അതിൻ്റെയും വരുമാനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ക്ലയൻസിന് നമ്മൾ അവരോട് ഡീൽ ചെയ്യാനുള്ള ചില റൂട്ട് മാപ്പുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഡിജിറ്റൽ എക്സ്പ്ലോറേഷൻ ചെയ്യാനുള്ള പുതിയ പുതിയ ടൂളുകൾ മനസ്സിലാക്കാനും പുതിയ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ ക്രമേണ വരണം. വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് കൂടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, കസ്റ്റമറിന് നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോവുക.
മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സക്സസ് സ്റ്റോറീസിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇത് നമ്മുടെ കോഴ്സിന് ശേഷം ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് കൊടുക്കുന്ന, അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്വന്തമായിട്ട് ചെയ്ത് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ചിലരെയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇത് ബിനോജ് ഷാക്കിർ തിരുവനന്തപുരത്താണ്. മേര ABT എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ സെൻസ് ഒരു ബിസിനസ് ആയിട്ട് അദ്ദേഹം റൺ ചെയ്യുവാണ്. മന്ത്ലി 5 lakhs പെർ മന്ത് അദ്ദേഹം ഏൺ ചെയ്യാൻ സാധിക്കുന്നത് ഇതിലൂടെയാണ്. സർവീസസ് കൊടുത്താണ് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ വിവേക്, അദ്ദേഹം തൃശ്ശൂരാണ്. ഡിജിമാക്സ് തൃശ്ശൂർ എന്ന സ്ഥാപനം റൺ ചെയ്യുന്നു. മന്ത്ലി 3 lakhs പെർ മന്ത് അദ്ദേഹത്തിന് ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് തൃശ്ശൂരുള്ള മമതയാണ്. അതേപോലെ തന്നെ ശശികുമാർ സാർ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഏതാനും ചില ക്ലയൻസിന് ഫ്രീലാൻസ് ആയിട്ട് ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ജോലിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത് ചെയ്തു കൊടുക്കാൻ സാധിക്കും. നമ്മുടെ ഫ്രീ ടൈം കണ്ടെത്തി അതിന് വേണ്ടിയിട്ട് വർക്കുകൾ എടുത്ത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. വീക്കെൻഡിലോ അല്ലെങ്കിൽ ഈവനിങ് ടൈമിലൊക്കെ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും. പ്രമീഷ് ഫ്രം കോട്ടയം, അതേപോലെ തന്നെ അർജുൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന അർജുൻ, അദ്ദേഹവും പാർട്ട് ടൈം ആയിട്ട് ആണ് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ. ഐഷ ഫ്രം പൊൻകുന്നം, അതേപോലെ തന്നെ ഷൊർണൂറുള്ള ശശികുമാർ സാർ, അദ്ദേഹം ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപ ഒരു കമ്പനിക്ക് കൊടുത്തോണ്ടിരുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഒഴിവാക്കിയിട്ട് ഇപ്പം കംപ്ലീറ്റ്ലി സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയെ താഴെ വന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ മാസവും മിനിമം 1 ലക്ഷം രൂപയെങ്കിലും അദ്ദേഹത്തിന് ഏൺ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ സേവ് ചെയ്യാൻ സാധിക്കുന്നത് സ്വന്തമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വലിയ മാർക്കറ്റിംഗ് കോസ്റ്റ് ഉള്ളവർക്ക് അത് കുറയ്ക്കാൻ സാധിക്കും. ശ്രീജ മാഡം കൊല്ലത്താണ്. മാഡം ആക്ച്വലി ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ ഹെഡാണ്. അപ്പോൾ സ്വന്തം നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തമിഴ്നാട്ടുകാരനാണ്, ആക്ച്വലി കോയമ്പത്തൂരാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. ജയദേവൻ, മലയാളം കേട്ടാൽ മനസ്സിലാവുന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ കോഴ്സിൽ ചോദിച്ചത്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഏജൻസിയും ഉണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി കൂടാതെ അദ്ദേഹത്തിന് ഒരു സർവീസ് സെന്റർ ഉണ്ട്. ഹോം അപ്ലയൻസസിന്റെ സർവീസ് സെന്റർ ഉണ്ട്. അതെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ ലക്ഷ്യം അനുസരിച്ച് ഇതിനെ പ്രയോജനപ്പെടുത്തുന്നുള്ളതാണ്. സ്വന്തം ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്നു, അതുകൂടാതെ വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ പക്ഷേ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എഫർട്ട് ഇടേണ്ടി വരും, കുറേ കാര്യം പഠിക്കേണ്ടി വരും, അത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അത് ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പം എന്തുകൊണ്ട് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുമാനം കിട്ടാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത്. ഓക്കെ, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് മെസ്സേജ് അയച്ചിരിക്കുന്നു. പേയ്മെന്റ് എറർ വന്ന് എന്താണ് ചെയ്യുക? പേയ്മെന്റ് എറർ വന്നെങ്കിൽ നിങ്ങൾ എക്സിക്യൂട്ടീവിന് എത്രയും പെട്ടെന്ന് ഇൻഫോം ചെയ്യുക. അതുപോലെ ഒരു പാർട്ടിസിപ്പന്റ് പറയുന്നു അവരുടെ 6500 അവരുടെ ഗ്രൂപ്പിൽ ഓഫർ കഴിഞ്ഞു, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. 6500 ഓഫർ കഴിഞ്ഞവർക്ക് ആക്ച്വലി 40,500 ആയിരിക്കും വരുന്നത് ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിൽ. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിമിറ്റഡ് സീറ്റുകളിലാണ് അത് അവൈലബിൾ ആയിട്ട്. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഓഫർ അവൈലബിൾ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നതാണ്. കാരണം നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് 6500 എന്ന് പറയുന്ന ഓഫർ ലഭിക്കത്തില്ല. ഓക്കെ, വെബ്സൈറ്റിൽ 14,500 മാത്രമേ ഉള്ളൂ. ഞാനിവിടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. digitalmagnetonline.com, ഇതാണ് നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, AI പവർഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് 14,500 മാത്രമാണ് ഓൺലൈൻ ക്ലാസ്സിന് അവൈലബിൾ ആയിട്ടുള്ളത്. 6,500 അവൈലബിൾ അല്ല. 14,500 പക്ഷേ 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാൻ സാധിക്കും. ഓഫർ കഴിഞ്ഞ ഗ്രൂപ്പുകളിലാണെങ്കിൽ 7,500 പ്ലസ് 7,000. ഓക്കെ, അതേസമയം കഴിയാത്ത ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് 6,500 അവൈലബിൾ ആണെങ്കിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ അടുത്ത ചില ടോപ്പിക്കുകളിലേക്ക് പോകാൻ പോവുകയാണ്. ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്ന നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് കൊച്ചി അവൈലബിൾ ആണ്. കൊച്ചി അവൈലബിൾ ആണെന്നുള്ളത് നിങ്ങളുടെ എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ചാൽ അവർക്കാണ് അത് അറിയാൻ സാധിക്കുന്നത് കൊച്ചിയിൽ സീറ്റ് അവൈലബിൾ ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ ആരെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സീറ്റ് കുറയും. അത് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും കൊടുക്കുന്നത്. കാരണം ലിമിറ്റഡ് സീറ്റ്സ് ആണ് ആക്ച്വലി നമുക്ക് ഓഫ്ലൈനിൽ അലോ ചെയ്യാൻ സാധിക്കുന്നത്. കാരണം ഒരു ഹാളിന് കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് അലോ ചെയ്യാൻ പാടാണ്. കാരണം ടേബിളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള സെറ്റപ്പ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക് കടന്നാലോ? റെഡി ആണെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യാം. റെഡി ആണെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. യെസ്, റെഡിയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പലരും ചോദിക്കാറുണ്ട് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ജോലി നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ബിസിനസിനെ ബാധിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അതിനൊരു മറുപടി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിനു മുമ്പ് ഒരു ക്ലാസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലശ്ശേരിയിലുള്ള വലിയൊരു സ്റ്റുഡിയോയിൽ പോയി ക്ലാസ് എടുത്താണ്. 7-8 ഡിസൈനേഴ്സ് ഉള്ള വലിയൊരു സ്റ്റുഡിയോ ആയിരുന്നു. ആ സ്റ്റുഡിയോയിൽ പോയി ക്ലാസ് എടുത്തപ്പോൾ നടന്നൊരു സംഭവമാണ്. ആ ക്ലാസ്സിന് ശേഷം ഒരു മാസം കഴിഞ്ഞ് അതിൻ്റെ ഓണർ വിളിച്ച് പറഞ്ഞു,
ക്ലാസ് എനിക്ക് ഏറെ പ്രയോജനപ്പെട്ടു. ക്ലാസ്സിൽ സാറ് പറഞ്ഞ ഒരു ടൂൾ കാരണം എനിക്ക് 2 പേരെ കുറയ്ക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ 2 പേരെ അദ്ദേഹം ഒഴിവാക്കി. ഇത് കേട്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി. കാരണം ഞാൻ ആ ടൂൾ പറയേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് പിന്നെ തോന്നി. ഏത് ടൂളായിരുന്നു, എന്തുകൊണ്ടാണ് അവർ 2 പേരുടെ ജോലി നഷ്ടപ്പെട്ടതെന്നുള്ളത് ഞാൻ ഇവിടെ കാണിക്കാം. അവിടെ പറഞ്ഞ ടൂൾ എന്ന് പറയുന്നത് remove.bg എന്ന് പറയുന്ന ഒരു ടൂളാണ് ആ ക്ലാസ്സിൽ പറഞ്ഞത്. ഈ remove.bgക്ക് നമുക്കൊരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വളരെ നിമിഷ നേരം മതി എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. remove.bg എന്ന് പറയുന്ന സൈറ്റിന് ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, remove.bg ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, remove.bg ഞാനിവിടെ ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് നിന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കൊരു ഇമേജിന്റെ ഒരെണ്ണം റിമൂവ് ചെയ്യുന്നത് ഞാനിവിടെ കാണിക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇമേജ് എടുക്കുകയാണ് ഡെസ്ക്ടോപ്പിൽ നിന്ന്. ഓക്കെ, നമുക്ക് രജനീകാന്തിന്റെ ഇമേജ് തന്നെ എടുക്കാം. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ നോർമൽ രീതിയാണെങ്കിൽ, പഴയ രീതിയിലുള്ള ഫോട്ടോഷോപ്പ് രീതിയാണെങ്കിൽ ഈ കോർണറിലൂടെ ഇങ്ങനെ വരച്ച് സമയമെടുത്ത് വരച്ച് ഈ ഇടയിലൊക്കെ നമുക്കിങ്ങനെ ട്രേസ് ചെയ്തിട്ടൊക്കെയാണ് ഇത് റിമൂവ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ടൂളിനകത്തേക്ക് നമ്മൾ ജസ്റ്റ് ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഈ അപ്ലോഡ് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഞാൻ ആ ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, ജസ്റ്റ് അപ്ലോഡ് കൊടുത്തു. ഇപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ നമുക്കത് റിമൂവ് ആയി കിട്ടും. ഇതാ പോയി കഴിഞ്ഞു. ഒരു പഴത്തിന്റെ തൊലി ഉരിക്കുന്നത് പോലെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങ് ഉരിഞ്ഞു കളഞ്ഞു. ഇതാണ് ഈ ടൂൾ ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത്. എത്ര നിമിഷ നേരം കൊണ്ട് നമുക്കൊരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ, ജസ്റ്റ് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്ക് ഇപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത രജനീകാന്തിനെ ഞാനിവിടെ കാണിക്കാം. നിമിഷ നേരം കൊണ്ട് കിട്ടിയ ഇമേജ് ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത രജനീകാന്താണ്. ഓക്കെ, ആ മുടിയുടെ ഭാഗം വളരെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഇടയിലുള്ള ഗ്യാപ്പ് എല്ലാം റിമൂവ് ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ആ ടൂള് കിട്ടിയതോടുകൂടി ആ ഒരു സ്റ്റുഡിയോയുടെ ഓണറിന് മനസ്സിലായി 2 പേര് ആവശ്യമില്ലാന്ന്. കാരണം ഈ സ്റ്റുഡിയോകളിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്യാനും കട്ട് ചെയ്യാനും മാത്രമായിട്ട് തന്നെ സ്റ്റാഫുകളെ പണ്ടിരുത്തുമായിരുന്നു. അപ്പൊ അവരെടുക്കുന്ന കല്യാണ ഫോട്ടോകളിലൊക്കെ ചിലതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്തിട്ട് വേറെ ഒക്കെ വെക്കുന്ന സംവിധാനം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ 2 പേരുടെ ആവശ്യമില്ല ഈ ടൂൾ കിട്ടിയപ്പോൾ. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ടൂളുകൾ വരുമ്പോൾ ചിലരുടെ ജോലിക്ക് ഒരു ഭീഷണിയാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ പുതിയ ടൂളുകൾ എടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിച്ച് നിൽക്കും. അപ്പോൾ നമ്മളെ അവിടെ നിന്ന് ആദ്യം പുറത്താക്കാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ 2 പേര് ചെയ്യുന്ന ജോലിയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യും. കാരണം ഈ ടൂളുകൾ ഉപയോഗിച്ചാണ്. അല്ലെങ്കിൽ നമുക്ക് പുതിയ സ്ഥലത്ത് ജോലിക്ക് കയറാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് സമയം ലാഭിക്കുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസിലേക്ക് നമ്മൾ വരും. അതേസമയം നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജോലിയെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും ഇപ്പോൾ ഒരുപാട് AI ടൂളുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ AI ടൂളുകൾ എന്ന് പറയുന്നത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിക്കോട്ടെ, പോസ്റ്റർ ഡിസൈൻ ചെയ്യാനായിക്കോട്ടെ, ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിക്കോട്ടെ, വീഡിയോ ഉണ്ടാക്കാനായിക്കോട്ടെ, എല്ലാ ഇടത്തും മാർക്കറ്റിങ്ങിനും അതേപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റികൾക്കും എല്ലാം AI ടൂളുകൾ വന്നു കഴിഞ്ഞു. നമുക്കറിയാം ChatGPTയും ജെമിനിയൊക്കെ വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജോലിക്കോ ബിസിനസ്സിനോ പ്രശ്നം വരത്തില്ല. പക്ഷേ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നിലായി പോകുന്നുള്ളതാണ്. ബിസിനസിന്റെ കേസിൽ ഇത് തന്നെയാണ്. ഇപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് വളരെ മത്സരം നിലനിൽക്കുന്ന ഒരു മേഖലയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ ടൂളുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരുന്ന അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാഴ്ചക്കാരായിട്ട് നിൽക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം അപ്ഡേറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ ടൂളുകൾ എന്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം വരത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, ലോഗോ ഡിസൈനിന് പറ്റിയ AI ടൂൾ ഏതാണെന്ന് ചോദിക്കുന്നത്. ലോഗോ ഡിസൈനിന് വേണ്ടിയിട്ട് ക്യാൻവ ഉപയോഗിക്കാൻ സാധിക്കും. അത് കൂടാതെ റെൻഡർ ഫോറസ്റ്റ് എന്ന് പറയുന്ന ടൂളിനകത്ത് നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ ഒരുപാട് ലോഗോകൾ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു സൈറ്റാണ് ആക്ച്വലി റെൻഡർ ഫോറസ്റ്റ്. ഇതിനകത്ത് വീഡിയോസ് നിർമ്മിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ലോഗോയും നമുക്ക് AI ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാൻ സാധിക്കും. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ലോഗോയും നിർമ്മിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് റെൻഡർ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് സൂപ്പർ വീഡിയോസ് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ ആനിമേഷൻ വീഡിയോസ് നിർമ്മിക്കാം. പിന്നെ അത് കൂടാതെ ആനിമേഷൻ വീഡിയോസ് കൂടാതെ നമുക്ക് വൈറ്റ് ബോർഡ് വീഡിയോസ്, ലോഗോയൊക്കെ വളരെ പെട്ടെന്ന് നിർമ്മിക്കാം. കമാൻഡ് കൊടുത്ത് ലോഗോ നിർമ്മിക്കാനൊക്കെ സാധിക്കും. അതൊക്കെ ക്രിയേറ്റ് AI ഐക്കൺ അല്ലെങ്കിൽ AI ലോഗോ കമാൻഡ് കൊടുത്താൽ മതി, ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടത് എന്തുകൊണ്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികൾ മനസ്സിലാക്കണം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ കണ്ടത്. ഓക്കെ, നമുക്കിനി AI ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ നിർമ്മിക്കുന്ന ഒരു ടൂളിൽ കടന്നാലോ. AI ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ നിർമ്മിക്കുന്ന നമ്മളൊരു പാർട്ടിസിപ്പന്റ് മെസ്സേജ് അയക്കുന്നു. ട്രിവാൻഡ്രത്ത് സീറ്റ് അവൈലബിൾ ആണെന്നുള്ളത് നമ്മുടെ എക്സിക്യൂട്ടീവ് മെസ്സേജ് അയക്കുക.
പിന്നെ അവർക്കാണ് അതിന്റെ ഫൈനൽ സ്റ്റാറ്റസ് അറിയാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഇന്ന് വൈകുന്നേരം 6 മണി വരെയുള്ള സ്റ്റാറ്റസാണ് ഞാൻ നേരത്തെ കാണിച്ചത്. നമ്മുടെ ഓഫ്ലൈൻ പ്രോഗ്രാമുകളിലുള്ള ബുക്കിങ്ങിന്റെ സീറ്റ് ഞാൻ ഇവിടെ കാണിച്ചത് വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ്. അതിന് ശേഷമുള്ളത് ബുക്കിംഗ് നടന്നിട്ടുള്ളതെന്നുള്ളത് നമ്മുടെ എക്സിക്യൂട്ടീവിനാണ് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത കാണാൻ പോകുന്ന DID എന്ന് പറയുന്ന ഒരു കിഡിലൻ ടൂളാണ്. ഞാൻ നേരത്തെ കാണിച്ചതുപോലെയുള്ള വീഡിയോകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, DID എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് AI വീഡിയോകൾ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. www.did.com. ഓക്കെ, did.com ചെന്ന് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ AI വീഡിയോകൾ വളരെ പെട്ടെന്ന് നിർമ്മിക്കുന്നത് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കാം. ഓക്കെ, DID ഓപ്പൺ ചെയ്യുകയാണ്. did.com ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, സ്റ്റാർട്ട് ഫ്രീ ട്രയൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, സ്റ്റാർട്ട് ഫ്രീ ട്രയൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ സ്റ്റാർട്ട് ഫ്രീ ട്രയലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു അക്കൗണ്ട്, ഫ്രീ ആയിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്തിട്ട് ഒരു 3 സ്റ്റെപ്പിൽ നമുക്ക് വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസോ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് ഇതിനകത്ത് നിർമ്മിക്കണമെങ്കിൽ ആദ്യം ഇതിനകത്തേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുക. ഓക്കെ, ലോഗിൻ ചെയ്തതിന് ശേഷം ആ സ്റ്റെപ്സ് ഞാനിവിടെ കാണിക്കാം. ഓക്കെ, കണ്ടിന്യൂ വിത്ത് ഗൂഗിളോ അല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഇമെയിലോ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്ത് അകത്തേക്ക് കയറുക. ഇതിനുള്ളിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് അവതാർ വീഡിയോസ് നിർമ്മിക്കാൻ സാധിക്കാം. അതായത് നമ്മളൊരു മോഡലിനെ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റും. നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് സർവീസിനെ കൊണ്ടോ സംസാരിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ മെയിൽ ഫീമെയിൽ ക്യാരക്ടറുകൾ ഒരുപാട് കാണാൻ സാധിക്കും. പിന്നെ ഇന്ത്യക്കാരുടെ ടച്ച് ഉള്ളത്, വെള്ളക്കാരുടെ ടച്ച് ഉള്ളത് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ ഇതേപോലെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് നമുക്ക് വേണ്ടുന്ന വോയിസ് ഒക്കെ നമുക്കിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ പറഞ്ഞതുപോലെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് അതിനകത്തേക്ക് ഇപ്പം ഞാൻ തൽക്കാലം ഈ ഒരു മോഡലിനെ സെലക്ട് ചെയ്തു. ഇനി അവരെ കൊണ്ട് എന്താണ് സംസാരിപ്പിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഈ സ്ക്രിപ്റ്റിലാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇപ്പം മലയാളമാണ് കൊടുക്കുന്നതെങ്കിൽ മലയാളത്തിൽ അത് സംസാരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്ക്രിപ്റ്റിനകത്തുള്ള ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സംസാരിക്കുന്ന AI അവതാറാണെന്ന് പറയുന്ന ഈ സംഗതിയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ അത് കൊടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് നോക്കി. അടുത്ത സ്റ്റെപ്പ് അവരെ കൊണ്ട് സംസാരിപ്പിക്കുമ്പോൾ ഏത് വോയിസ് ആണ് ഉപയോഗിക്കേണ്ടത്, ഏത് ശബ്ദമാണ് എന്നുള്ളത് നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം മലയാളിയുടെ ശബ്ദം തന്നെ വേണമെങ്കിൽ ഇവിടെ മലയാളം എന്ന് കൊടുക്കുക. മലയാളിയുടെ ശബ്ദം തന്നെ നമുക്ക് ലഭിക്കും. ഓക്കെ, മിഥുൻ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ശബ്ദവും ശോഭന എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശബ്ദവുമാണ്. അപ്പോൾ നമുക്ക് മലയാളിയുടെ തന്നെ ശബ്ദം നമുക്കിവിടെ ചൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്ലൈ വോയിസ് കൊടുക്കുന്നു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജനറേറ്റ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഇവിടെ റൈറ്റ് സൈഡിൽ ജനറേറ്റ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രോസസ്സ് ചെയ്ത് 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ലഭിക്കും. അപ്പോൾ ഔട്ട്പുട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഇനി നമ്മുടെ ഫോട്ടോ തന്നെ സംസാരിപ്പിക്കണമെങ്കിൽ അതും സാധിക്കും. ഓക്കെ, ഇതിപ്പോൾ AI മോഡലിനെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരു AI അവതാർ ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് വീഡിയോ ജനറേറ്റ് ചെയ്യാം. നമ്മുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലുള്ള ഒരു പാർട്ടിസിപ്പന്റ് ചെയ്ത ഒരു വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാം. ഓക്കെ, അദ്ദേഹത്തിന്റെ ബിസിനസ് എന്ന് പറയുന്നത് മാർബിൾ ഗ്രാനൈറ്റ്സിന്റെ ബിസിനസ് ആണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന അദ്ദേഹത്തിന്റെ ഫാക്ടറിയാണ്. ഓക്കെ, ഫാക്ടറിയുടെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട്. ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന മദാമയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബിസിനസ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ പല സ്ഥലത്തും ഉള്ളതുകൊണ്ട്, തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ സംസാരിക്കുന്ന ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഈ മദാമ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് നമുക്കൊന്ന് കാണാം. Welcome to the world of Black Galaxy Granite at 7G Stone Exports. Dive into a world of possibilities with our extensive range of Black Galaxy Granite varieties. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് നമ്മുടെ പ്രൊമോഷണൽ വീഡിയോസ് ഒക്കെ വളരെ പെട്ടെന്ന് നിർമ്മിക്കാൻ സാധിക്കും. അതേപോലെ ഇത് നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ ടൂൾ എന്ന് പറയുന്നത്. DID എന്ന് പറയുന്ന ടൂളുണ്ട്, വേറെ ഹെയ്ജൻ എന്ന് പറയുന്ന ടൂളുണ്ട്. ഇപ്പം നമ്മുടെ ക്ലാസ്സുകളിൽ ഈ സെറ്റ് ഓഫ് ടൂളുകൾ പഠിപ്പിക്കും. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രയോജനപ്പെടുന്ന ടൂളുകൾ ചൂസ് ചെയ്ത് അതാണ് ചെയ്യിപ്പിക്കുന്നത് ഈ ക്ലാസ്സുകളിൽ എന്ന് പറയുന്നത്.
ഓക്കെ ജസ്റ്റ് നോട്ട് ലുക്ക് വെരി റിയൽ. ആക്ച്വലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് റിയൽ ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെയാണെന്ന് തോന്നണം. ആക്ച്വലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന വീഡിയോകൾ ആർട്ടിഫിഷ്യൽ ആണെന്ന് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ റിയൽ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അല്ലാതെ ചെയ്യുന്ന ഒരു വീഡിയോയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇത് AI ഉപയോഗിച്ച് ചെയ്തതാണെന്ന് കസ്റ്റമേഴ്സ് മനസ്സിലാക്കിക്കോട്ടെ, പക്ഷേ അതിനകത്ത് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇനി എക്സാക്ട്ലി റിയൽ ആയിട്ടുള്ള സാധനം വേണമെങ്കിൽ വേറെ ചില ടൂളുകളൊക്കെ ഉണ്ട്. അതിനകത്ത് നമുക്ക് ഒരു റിയൽ ഫേസ് തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്ത് സംസാരിപ്പിക്കാനൊക്കെ സാധിക്കും. അത് ഒരു 90% റിയലുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സംഗതി ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിക്കും എന്നുള്ളതാണ്. ഇത് ആക്ച്വലി ഇത് AI ആണെന്ന് ഫീൽ ചെയ്യും, ആ കസ്റ്റമേഴ്സിന് ഫീൽ ചെയ്യും, ഇല്ലായെന്നൊന്നുമില്ല. പക്ഷേ ആ രീതിയിലുള്ളൊരു മാർക്കറ്റിംഗ് ആണ് അതെന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഫേസ് വെച്ച് തന്നെ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അതും സാധിക്കും. ഇപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് ആ ഫോട്ടോയെ കൊണ്ട് സംസാരിപ്പിച്ചത് ഞാനിവിടെ കാണിക്കാം. നോക്കി, ഇപ്പം ഈ ഒരു ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഇതിനെ കൊണ്ട് AI കൊണ്ട് സംസാരിപ്പിച്ചതാണ് ഞാനിവിടെ കാണിക്കാം. പക്ഷെ അതും AI ജനറേറ്റഡ് ആണെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യും. പക്ഷെ അത് ഒരു വെറൈറ്റിയാണ്, വെറൈറ്റി മാർക്കറ്റിംഗ് ആണ് അതെന്ന് പറയുന്നത്. ഓക്കെ, ഇത് AI ആണ് ഈ സംസാരിക്കുന്നത്, ഞാനല്ല സംസാരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വീഡിയോ ആണ്. ഞാനൊരു ഫോട്ടോയും അതുപോലെ തന്നെ എൻ്റെ വോയിസും മാത്രമാണ് അപ്ലോഡ് ചെയ്തത്. എൻ്റെ ചുണ്ടുകൾ നോക്കി, ഞാൻ കൊടുത്തത് ഒരു ഫോട്ടോ ആയിരുന്നു. ആ ഫോട്ടോ സംസാരിക്കുന്നതാണ് കാണുന്നത്. ഇപ്പോൾ ചുണ്ടുകൾ അനങ്ങുന്നതും കണ്ണുകൾ ചലിക്കുന്നതും തല ചെറുതായിട്ട് ചലിക്കുന്നതും ഒക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. ഈ രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് വേണമെങ്കിൽ അതിനെ കൊണ്ടും സംസാരിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ആ രീതിയിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് വീഡിയോസ് നിർമ്മിക്കാനുള്ള ടൂളാണ് ഇത്. അല്ലാതെ ഒരു വീഡിയോ എഡിറ്ററെ സമീപിച്ച് അവർ ചോദിക്കുന്ന രീതിയിൽ പൈസയൊക്കെ കൊടുത്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്ക് അതിനനുസരിച്ചുള്ള സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും വരും. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ ടൂളുകളൊക്കെ, ഈ പല ടൂളുകളും നമുക്ക് ലോങ് ടൈമിൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനുള്ള ചില ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ചിലതൊക്കെ നമ്മൾ കുറച്ചു കാലം ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിന്റെ ഫ്രീ വേർഷൻ കഴിയും, പിന്നെ പേരിലേക്ക് മാറാൻ പറയും. അതിനും വേറെ ചില ടെക്നിക്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് ചെയ്യുന്ന സംവിധാനങ്ങളും ഗ്രൂപ്പ് ബൈയിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഒക്കെ വെച്ചിട്ട് സാധ്യമാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ ടൂളുകളൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ പെയ്ഡ് വേർഷൻ ഒന്നും ആരും എടുക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ലോങ് ടൈമിൽ യൂസ് ചെയ്യാനുള്ള ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു ടൂളിലേക്ക് കിടന്നാലോ. നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് ചാറ്റ് വിൻഡോയിൽ മെസ്സേജ് അയക്കുന്നു. ഇസ് ദെയർ ഇൻക്ലൂഡഡ് AI ChatGPT അഡ്വാൻസ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ ഫീസ് വിൽ ബി 5,500 or 6,500? 6,500 ആണ് വരുന്നത്. അബ്ദുൽ സലാം സാർ, ഓൺലൈൻ ക്ലാസ്സുകൾക്ക് 6,500 ആണ് വരുന്നത്. അതിനകത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വരുന്നുണ്ട്. ഓക്കെ, ഓൺലൈൻ ക്ലാസ്, ഓഫ്ലൈൻ ക്ലാസ്സിൽ ഞാൻ ഈ പറഞ്ഞ കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിലുള്ള ക്ലാസ്സുകൾ ശ്രദ്ധിക്കാം. 1 ഡേ ക്ലാസ് അല്ല വരുന്നത്. 1 ഡേ ക്ലാസ് കഴിഞ്ഞിട്ട് അതിനുശേഷം 1 മാസത്തെ ഓൺലൈൻ ക്ലാസ്സുകളും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. കാരണം അങ്ങനെയുണ്ടെങ്കിലാണ് പല ആക്ടിവിറ്റീസും നമ്മൾ 1 ഡേയിൽ അവിടെ ചെയ്യുന്നത്. ഒരു ദിവസം കൊണ്ട് നമ്മൾ രാവിലെ 9 തൊട്ട് വൈകുന്നേരം 6 മണി വരെയുള്ള ഒരു ഇന്റൻസീവ് ട്രെയിനിങ് ആയിരിക്കും. ആ ഇന്റൻസീവ് ട്രെയിനിങ്ങിനകത്ത് മാക്സിമം കണ്ടന്റ് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കിട്ടും. ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്ന ആ കണ്ടന്റ് നമുക്ക് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനുമാണ് അതിനുശേഷം ഓൺലൈൻ ക്ലാസ്സിൽ വെച്ചിരിക്കുന്നത്. അതായത് കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ 4 ലൊക്കേഷനിലും പങ്കെടുത്തവർക്ക് സെപ്പറേറ്റ് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ആ സെപ്പറേറ്റ് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് എല്ലാ തിങ്കളാഴ്ചയായിരിക്കും അതിന്റെ ലൈവ് ക്ലാസ്സുകൾ ഓൺലൈനിലായിട്ട് വരുന്നത്. അപ്പോൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത് നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡിങ്സ് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ഫിനിഷ് ചെയ്തെടുക്കാൻ സാധിക്കും. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ പ്രാക്ടിക്കലായിട്ട് ചെയ്യും. അതിനുശേഷം ഫിനിഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് അതിന്റെ ഭാഗമായിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ വെക്കുകയും സപ്പോർട്ട് തരികയും ചെയ്യുന്നത്. അല്ലാതെ പലരും കൊച്ചിയിലൊക്കെ 1 ഡേ പ്രോഗ്രാം ഒക്കെ നടത്തിയിട്ട് പറഞ്ഞുവിടുക, അങ്ങനെയുള്ള സിസ്റ്റം അല്ല ഇവിടെ എന്ന് പറയുന്നത്. അത് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് അതിന്റെ ഔട്ട്പുട്ട് കിട്ടണമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അതിനുശേഷം ഓൺലൈൻ ക്ലാസ്സുകൾ സെപ്പറേറ്റ് ബാച്ചായിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, കൊച്ചിൻ ക്ലാസ് എന്നാണെന്ന് ചോദിക്കുന്നത്. കൊച്ചിൻ ക്ലാസ് വരുന്നത് മറ്റന്നാളാണ്. ആക്ച്വലി വരുന്നത് കൊച്ചിയിലെ ക്ലാസ് വരുന്നത് മറ്റന്നാളാണ്. ഓക്കെ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കും. ഓക്കെ, അതായത് 10th മെയ് കൊച്ചി, അത് കഴിഞ്ഞാൽ തിരുവനന്തപുരം 17th മെയ്. ഓക്കെ, അപ്പോൾ അവിടെ നല്ല ചാപ്പാടൊക്കെ അടിക്കാം, നല്ല 4 സ്റ്റാർ ലഞ്ചൊക്കെ കഴിക്കാം. അതേപോലെ ടീ, സ്നാക്സ് അതെല്ലാം പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഒരു നെറ്റ്വർക്കിങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ വരുന്ന ബിസിനസ്സുകാരെയൊക്കെ പരിചയപ്പെടുകയൊക്കെ ചെയ്യാം. നിങ്ങളുടെ ബിസിനസ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്താം. ചിലപ്പോൾ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ പാർട്ട്നേഴ്സിനെ കണ്ടെത്താൻ സാധിക്കും. ചിലപ്പോൾ ലക്കുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിനെ കണ്ടെത്താൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് കിട്ടും. ചിലപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റോ സർവീസോ ബിസിനസ്സോ ആവശ്യമുള്ള ആൾക്കാർ ചിലപ്പോൾ ആ ഒരു മീറ്റിങ്ങിലേക്ക് വരും. ഇനി ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം താല്പര്യമുള്ളവർ നിങ്ങളെ ഇന്റർവ്യൂ നടത്തിയൊക്കെ പിന്നീട് സെലക്ട് ചെയ്യുക. അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്കിംഗ് സെഷൻ കൂടി ഈ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ
പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓഫ്ലൈൻ ക്ലാസ്സുകാർക്ക് ഞാൻ ഈ പറഞ്ഞ എല്ലാ ബോണസുകളും ലഭിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ വരുന്നവർക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാനും പിന്നീട് മെഗാ ബിസിനസ് മീറ്റപ്പുകളിലെല്ലാം പങ്കെടുക്കാൻ സാധിക്കും. ഓക്കെ ഓക്കെ അങ്ങനെ ഒരു സെറ്റപ്പാണ് അതെന്ന് പറയുന്നത്. കാരണം ഇത് ഒരുപാട് പാർട്ടിസിപ്പൻസ് റിക്വസ്റ്റ് ചെയ്ത പ്രകാരമാണ് ഓഫ്ലൈൻ സെഷൻ വർഷത്തിൽ ഒരിക്കലും വെക്കുന്നത്. മെയ് മാസത്തിൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ്ലൈൻ സെഷനുകൾ ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, മെയ് 17 ട്രിവാൻഡ്രം അഡ്മിഷൻ ഫീസ് 5500 ഫീസ് വരുന്നത്. അത് 2000 അടച്ച് ഇമീഡിയറ്റ്ലി ബുക്ക് ചെയ്യാൻ പറ്റും. ബാലൻസ് 3500 നമ്മുടെ ക്ലാസിക് സരോവർ ഹോട്ടൽ അവിടെ വരുമ്പോഴത്തേക്ക് പേ ചെയ്താൽ മതിയാവും. ഓക്കെ ഓക്കെ നമുക്ക് മറ്റൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിഗ്രി ഉണ്ടോ? ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഡിഗ്രി ഉണ്ട്. ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ PhD ഒക്കെ ഉണ്ട്. ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു മേഖലയായി മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവേർഡ് AI ആണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ ഒരു 40% ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് നിയന്ത്രിക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും കണ്ടന്റ് ക്രിയേഷനിലും ട്രാക്ക് ചെയ്യുന്നതിലും അതേപോലെ തന്നെ പിന്നെ ഏതെങ്കിലും ഒരു ക്യാമ്പയിൻ സെറ്റ് ചെയ്യുന്നതിനകത്ത് ക്യാമ്പയിൻ്റെ ടാർഗറ്റിംഗ് എല്ലായിടത്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ നമ്മുടെ ഒരു പാർട്ടിസിപ്പൻറ്റ്. ഓക്കെ, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിനെ ബന്ധപ്പെടുക. എങ്കിലായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലൊക്കേഷനിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ കൊച്ചി ലൊക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് തിരുവനന്തപുരം ആയിരിക്കും നിങ്ങൾക്ക് വരേണ്ടി വരുന്നത്. ഇമ്മീഡിയറ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് എക്സിക്യൂട്ടീവിനെ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക് കടന്നാൽ ഇനി നമുക്കൊരു 15 മിനിറ്റ് കൂടെ ആയിരിക്കും ഇന്നത്തെ സെഷൻ ഉള്ളത്. ഇപ്പൊ സമയം 9:15 ആയിട്ടുണ്ട്. 9:30 ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ റെഡി ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. റെഡിയാണോ? റെഡി ആണെങ്കിൽ ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. നമുക്ക് അടുത്ത റെഡിയാണ്. ഓക്കെ, നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത് എങ്ങനെ. ഈ അടുത്തിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ഞാൻ നോക്കിയായിട്ട് കണ്ടതാണ്. 1 കിലോ ചിരട്ടയ്ക്കുള്ള വില 31 രൂപയെന്ന്. 1 കിലോ ചിരട്ടയ്ക്കുള്ള വില 31 രൂപയെന്ന് പറഞ്ഞാൽ തേങ്ങയെക്കാളും വില ചിരട്ടയ്ക്ക് വരുമോ എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. യഥാർത്ഥ ആമസോണിലൂടെ നമുക്ക് ഇതൊക്കെ നേരത്തെ തന്നെ ആൾക്കാർ ഈ 31 അല്ല 100 രൂപയ്ക്ക് മുകളിൽ സെല് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ 31 രൂപ 1 കിലോ ചിരട്ടയ്ക്ക് എന്ന് പറഞ്ഞ് കാണാൻ തുടങ്ങി. പക്ഷേ ഇതിന് മുമ്പ് 100 രൂപയ്ക്ക് മുകളിലൊക്കെ സെല് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. എന്താണ് ആമസോൺ സെല്ലിംഗ് എന്ന് പറയുന്ന സംവിധാനം? നമുക്കൊന്ന് നോക്കാം. ആമസോണിലൂടെ എങ്ങനെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. എന്തുകൊണ്ട് നമ്മൾ ആമസോൺ സെല്ലിങ്ങിലേക്ക് ഇറങ്ങണം എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ കൂട്ടത്തിൽ അവതരിപ്പിക്കാം. ഓക്കെ, ആമസോണിൽ നിങ്ങൾ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിന്റെ സൈറ്റിൽ ചെന്ന് ഒരു അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ്. എന്ത് അക്കൗണ്ട്? സെല്ലർ അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ്. നോർമൽ അക്കൗണ്ട് അല്ല, സെല്ലർ അക്കൗണ്ട്. ഓക്കെ, ആമസോണിന്റെ സൈറ്റിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ബിക്കം എ സെല്ലർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, സെൽ ഓൺ ആമസോൺ ഓപ്ഷൻ കാണാൻ പറ്റും. ഈ സെൽ ഓൺ ആമസോണിൽ ക്ലിക്ക് ചെയ്ത് ഒരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെൽ ഓൺ ആമസോണിൽ ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് വരിക, സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഒരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും ആമസോണിലേക്ക്. ഓക്കെ, ആമസോണിൽ ആൾക്കാർ പല പ്രൊഡക്റ്റുകളും ആഡ് ചെയ്ത് സെർച്ചിൽ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഉപ്പേരി ബനാന ചിപ്സ് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സുലഭമായിട്ടുള്ള ഉപ്പേരി ഇതിനകത്തുള്ള വലിയ വിലയ്ക്ക് ആൾക്കാർ വിൽക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ബനാന ചിപ്സ് എന്ന് സെർച്ച് ചെയ്തപ്പോൾ സ്പോൺസേഡ് എന്ന് പറഞ്ഞ 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്നുണ്ടോ? ഇത് ആമസോണിന്റെ ഉള്ളിൽ പരസ്യം ചെയ്ത് 1ാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു പുതിയ സെല്ലർ ആണെങ്കിൽ പോലും നമുക്ക് പരസ്യം ചെയ്യാൻ അറിയാമെങ്കിൽ, ആമസോണിന്റെ ഉള്ളിൽ പരസ്യം ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് 1ാം സ്ഥാനത്ത് വന്നിരിക്കാൻ പറ്റും. എത്ര സെല്ലേഴ്സ് അതിനകത്ത് ഉണ്ടെങ്കിലും പ്രശ്നമല്ല, നമുക്ക് ആ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ അറിയാമെങ്കിൽ. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങുന്ന ഒരു ആമസോൺ സെല്ലിംഗ് ബിസിനസ് ആണെങ്കിൽ നാളെ തൊട്ട് നമുക്ക് സെർച്ചിൽ 1ാം സ്ഥാനത്ത് എത്തിക്കാൻ സാധിക്കും അഡ്വർടൈസ്മെന്റിലൂടെ. ഇനി ഇതിനകത്തൂടെ ചിലരൊക്കെ സെല് ചെയ്യുന്ന പ്രോഡക്റ്റ് കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. ഓക്കെ, ഞാനിവിടെ കാണിക്കുന്നത് ടപ്യോക്ക സ്റ്റെം കട്ടിങ്സ്. ഓക്കെ, നമ്മുടെ മരച്ചീനി കമ്പുകൾ പോലും ഇതിനകത്തൂടെ ആൾക്കാർ വിറ്റ് വരുമാനം ഉണ്ടാക്കുന്നു. ഓക്കെ, ടപ്യോക്ക സ്റ്റെം കട്ടിങ്സ് ഞാൻ അവിടെ കൊടുത്തത്. ഈ കാണുന്ന മരച്ചീനി കമ്പുകളാണ്. ഓക്കെ, ഇത് 10 കഷ്ണം കമ്പ് 314 രൂപയ്ക്കും ഒക്കെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 10 സ്റ്റെംസ് 10 എണ്ണം 6 ഇഞ്ച് നീളമുള്ള നമ്മൾ മരച്ചീനി നടാൻ വേണ്ടി കുഴിച്ചു വയ്ക്കുന്ന ആ കമ്പുകൾ 10 എണ്ണം ഇതിനകത്തൂടെ വിറ്റുകൊണ്ടിരിക്കുകയാണ് 314 രൂപയ്ക്ക്. അപ്പോൾ നമ്മൾ ഇത് ആര് മേടിക്കാനാണ്? ഇത് കേരളത്തിലുള്ളവർ മേടിക്കുമോ? കേരളത്തിലുള്ളവരില്ല, മറ്റ് സ്റ്റേറ്റുകളിലുള്ളവരും സിറ്റികളിലുള്ള ആൾക്കാരും മേടിക്കാറുണ്ട്. കാരണം അവരുടെ ടെറസിൽ നടാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് മേടിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ 1-2 സെന്റിൽ നടാൻ വേണ്ടിയിട്ടൊക്കെ ഇത് മേടിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്രിയേറ്റീവ് ഫാർമർ കേരള ടപ്യോക്ക സ്റ്റെം എന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ടോ?
എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സംഗതി അവൈലബിൾ അല്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ വേറെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആമസോൺ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന പ്ലാറ്റ്ഫോമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ചിരട്ട ഇതിനകത്തുള്ള ആൾക്കാർ സെല് ചെയ്യുന്നത് കോക്കനട്ട് ഷെല്ലെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതിനകത്തൂടെ ചിരട്ട വിറ്റ് വരുമാനം ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് നേരത്തെ തന്നെ 1 കിലോ ചിരട്ടയ്ക്ക് 100 രൂപയ്ക്ക് മേളിലുണ്ട്. അപ്പോൾ അത് മേടിക്കാൻ ആളുണ്ടെന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതും അഡ്വർടൈസ്മെന്റിലൂടെ 1ാം സ്ഥാനത്ത് എത്തിച്ച് സെല് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാക്കി ഇവിടെ ഇതുണ്ടോ കോക്കനട്ട് ഷെൽ, നാച്ചുറൽ കോക്കനട്ട് ഷെൽ. അതായത് അത് ഇതിനകത്തൂടെ വിൽക്കുകയാണ്. എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 1 കിലോ ചിരട്ടയ്ക്ക് 100 രൂപ പുറത്താണ്. ഇത് 4 കിലോയാണ്. 4 കിലോയ്ക്ക് 418 രൂപ. 1 കിലോയ്ക്ക് 100 രൂപയ്ക്ക് മേളിലായില്ലേ. ഇനി ഇവിടെ എണ്ണി വിൽക്കുന്ന ആൾക്കാരുണ്ട്. കോക്കനട്ട് ഷെൽ ഫുൾ പാക്ക് ഓഫ് 8 ചിരട്ട 165 രൂപ. 4 തേങ്ങയുടെ ചിരട്ട, 8 കഷ്ണം ചിരട്ടയാണ് 165 രൂപ വിൽക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷേ നമ്മളത് മനസ്സിലാക്കി ഇതിനകത്തൂടെ സെല്ല് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ആമസോൺ സെല്ലിംഗ് നമ്മുടെ കോഴ്സിനകത്തുള്ള ഒരു പാർട്ടാണ്. ആക്ച്വലി ആമസോണിലൂടെ എങ്ങനെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുക എന്നുള്ളത്. ഇനി ഒരു പ്രോഡക്റ്റും കയ്യിലില്ലെങ്കിലും ആമസോണിലൂടെ സെല്ല് ചെയ്ത് വരുമാനം ഉണ്ടാക്കാം. അതെങ്ങനെയാണ്? ഒരു പ്രോഡക്റ്റും കയ്യിലില്ലെങ്കിലും സെല്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോഡക്റ്റ് കാണുമല്ലോ. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യുക. അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ ആമസോണിലൂടെ സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അപ്പോൾ ഈ പ്രോഡക്റ്റ് എനിക്ക് വില കുറച്ച് തരുവാണെങ്കിൽ നിങ്ങൾ ഇത് മേടിച്ച് ഞാൻ അയക്കാം. അല്ലാതെ എനിക്കിപ്പോൾ സ്റ്റോക്ക് എടുക്കാനൊന്നും താല്പര്യമില്ല, കാരണം സെയിൽ നടക്കുമോ ഓർഡർ വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ. ഫോട്ടോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുക. അവരുടെ ഒരു വിലയൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചിട്ട് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. ഓർഡർ വരുമ്പോൾ അവരെ മേടിച്ച് അയച്ചു കൊടുക്കാൻ സാധിക്കും. കാരണം ആമസോണിൽ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ 2 ദിവസത്തെ ഗ്യാപ്പ് കിട്ടും അത് സംഘടിപ്പിക്കാൻ. ഇമ്മീഡിയറ്റ്ലി ഓർഡർ ഇപ്പം വന്നു കഴിഞ്ഞാൽ ഇന്ന് തന്നെ അയക്കണമെന്നൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞ് 3ന്റെ അന്ന് അയച്ചാലും ഓക്കെയാണ്. പക്ഷെ 3ന്റെ അന്ന് അയച്ചില്ലെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും. 2 ഡേയ്സ് ഗ്യാപ്പ് കിട്ടും. ഒരു പ്രോഡക്റ്റ് നമുക്ക് അയച്ചു കൊടുക്കാൻ 2 ദിവസത്തെ ഒരു സാവകാശം കിട്ടും. ഈ 2 ദിവസം വെച്ച് സംഘടിപ്പിക്കാനുള്ള ബന്ധങ്ങളും ആൾക്കാരും ഉണ്ടെങ്കിൽ സ്റ്റോക്ക് ഇല്ലാതെയും ബിസിനസ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ പെയ്ഡ് കോഴ്സിലുള്ള പല ആൾക്കാരും സ്വന്തമായിട്ട് സ്റ്റോക്ക് ഒന്നുമില്ല. അവരുടെ സുഹൃത്തുക്കളെ ബന്ധുക്കളെ പ്രോഡക്റ്റ് വെച്ചിട്ടാണ് അവർ ബിസിനസ് ചെയ്യുന്നത്. കാരണം അവിടെ ഓർഡർ വരുമ്പോൾ അവരെ നിന്ന് മേടിച്ച് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോക്ക് എടുത്ത് വെക്കുന്നതിന്റെ ഒരു റിസ്ക് ഇല്ല. പിന്നെ ഒരുപാട് ഓർഡറുകൾ വരാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവരെ നിന്ന് സ്റ്റോക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ വീണ്ടും വില കുറച്ച് മേടിക്കാൻ പറ്റുമല്ലോ. ആ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി ഒക്കെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആമസോൺ സെല്ലിംഗ് നല്ലൊരു ബിസിനസ്സാണ്. ഞാനിത് പറയാൻ കാര്യം, നമ്മൾ ഒരുപാട് പ്രോഡക്റ്റുകൾ ഓൺലൈനിൽ വാങ്ങിക്കാറുണ്ട്, ഓഫ്ലൈനിൽ മേടിക്കാറുണ്ട്, കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും സെല്ല് നമ്മളെപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരു ബയറായിട്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ ഇറങ്ങിക്കൊണ്ടിരിക്കും. പോക്കറ്റിലേക്ക് പൈസ വന്ന് കയറണമെങ്കിൽ നമ്മളൊരു സെല്ലറായി മാറണം. അപ്പോൾ എപ്പോഴും ഒരു ബയറായിട്ടിരിക്കുന്നതിന് പകരം നമ്മളൊരു സെല്ലർ കൂടി ആകുമ്പോഴത്തേക്ക് ലൈഫ് കുറച്ചുകൂടി സെക്യൂർ ആവും. കാരണം നമുക്കൊരു സൈഡിൽ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ പൈസ ഇറങ്ങും, പക്ഷേ വേറെ സൈഡിൽ പ്രോഡക്റ്റുകൾ വിൽക്കുമ്പോൾ പൈസ ഇങ്ങോട്ട് വന്ന് കയറും. ആ രീതിയിൽ ഇത് ബാലൻസ് ചെയ്ത് പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രയോജനപ്പെടുത്താവുന്നതാണ് ആമസോണിലൂടെ സെല്ല് ചെയ്യുന്നത്. അതും ഒരു സെയിൽസ് നടന്നില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു സെയിൽ നടന്നില്ലെങ്കിലും 1 രൂപ പോലും നമുക്ക് ആമസോണിൽ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആമസോണിലൂടെ ഒരു പ്രോഡക്റ്റ് സെല്ല് ആകുമ്പോൾ മാത്രമാണ് അതിന്റെ കമ്മീഷൻ ആമസോണിന് അടയ്ക്കേണ്ടിയുള്ളത്. അല്ലാതെ അതിനകത്ത് ലിസ്റ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ട് ഒരു സെയിൽ നടന്നില്ലെങ്കിലോ മന്ത്ലി റെന്റോ വാടകയോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സെയിൽ നടക്കുവാണെങ്കിൽ മാത്രമാണ് ആമസോണിന് കമ്മീഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ റിസ്ക് ഫ്രീ ആണ് എന്നുള്ളതാണ്. പക്ഷേ നമ്മളത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ആമസോണിൽ വേറെ സംഗതിയുണ്ട്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. ആമസോണിൽ മാത്രമല്ല ഇന്റർനെറ്റിലുടനീളം ഉണ്ട്. അപ്പൊ എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ളതിലേക്ക് നമുക്കൊന്ന് കടക്കാമെന്ന് വിചാരിക്കുന്നു. റെഡി ആണെങ്കിൽ എന്ന് കമന്റ് ചെയ്യാം. എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഗൂഗിൾ പേ നമ്പർ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ്. ഗൂഗിൾ പേ നമ്പർ നമ്മുടെ എക്സിക്യൂട്ടീവിന് ഒന്ന് മെസ്സേജ് അയക്കുക. സാർ ഹസൻ സാർ നമ്മുടെ എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയക്കുക. അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയച്ചാൽ മതി. സാർ ഏത് ഗ്രൂപ്പിലാണോ ഉള്ളത് അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. തിരുവനന്തപുരത്തിന് വേണ്ടി ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, 2000 പേ ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ഓക്കെ കൺഫേം ആവും. കൺഫർമേഷൻ മെസ്സേജ് ലഭിക്കാം. ഓക്കെ, മറ്റൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അടുത്ത നമ്മൾ കാണാൻ പോകുന്ന സംഗതി എന്ന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന കൺസെപ്റ്റ് ആണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണ്? അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പാസീവ് ഇൻകം മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ആക്റ്റീവ് ഇൻകം ആയിരിക്കും കൂടുതൽ പേർക്കുള്ളത്. എന്താണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്? നമ്മളൊരു ബിസിനസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്നു. നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രം കിട്ടുന്ന വരുമാനമാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. അതേസമയം പാസീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പ്രസന്റ്ലി കാര്യമായിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിലും പണ്ട് അല്ലെങ്കിൽ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രകാരം വരുമാനം വന്നുകൊണ്ടിരിക്കുന്നതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ പാസീവ് ഇൻകം പലർക്കും കുറവായിരിക്കും, പക്ഷെ കൂടുതൽ പേർക്ക് ആക്റ്റീവ് ഇൻകം ആയിരിക്കും ഉള്ളത്. യഥാർത്ഥത്തിൽ
ആക്റ്റീവ് ഇൻകം ഇല്ലാതെ ഒരു പാസീവ് ഇൻകം കൂടി ഉണ്ടെങ്കിലാണ് ലൈഫ് സെക്യൂർ ആവുന്നത് എന്നുള്ളത് പറയാൻ സാധിക്കത്തുള്ളൂ. കാരണം നമുക്ക് ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നം വരികയോ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരുമാനം ഇല്ലാതെ മുന്നോട്ട് പോകും? അതേസമയം ഒരു പാസീവ് ഇൻകം ഉണ്ടെങ്കിലോ നമ്മുടെ അങ്ങനെയുള്ള ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് നമുക്ക് ഈസി ആയിട്ട് കടന്നു പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരാൾക്ക് ഒരുപാട് സമ്പാദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോലി നഷ്ടപ്പെട്ടാലും 6 മാസം 1 വർഷമൊക്കെ കുഴപ്പമില്ലാതെ പോകും. പക്ഷെ അത്രയും വലിയ സമ്പാദ്യമൊന്നും ഇല്ലാത്ത ഒരാൾക്ക് മറ്റൊരു രീതിയിലുള്ള വരുമാനം പാസീവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് സെക്യൂർ ആണ്. അതിന് പറ്റിയൊരു സംഗതിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഗതി. ഓക്കെ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ നമ്മൾ കുറച്ച് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ പിന്നീട് നമ്മൾ വർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻകം വന്നുകൊണ്ടിരിക്കുന്നതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഞാനൊരു എക്സാമ്പിളിലൂടെ കാണിക്കാം എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഓക്കെ, digitalmagnetonline.com എന്ന നമ്മുടെ കമ്പനി വെബ്സൈറ്റിലേക്ക് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്തപ്പോൾ ഇതിനകത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ കാണാൻ സാധിക്കും നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസും ഫീസും കാര്യങ്ങളും പേയ്മെന്റ് ലിങ്കും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, 14,500 പേയ്മെന്റ് അടയ്ക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പക്ഷെ ഇതിനകത്ത് ആമസോണിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ഓഫർ ലിങ്ക് വെച്ചിരിക്കുന്നുണ്ടോ? ആമസോൺ ലേറ്റസ്റ്റ് ഓഫേഴ്സ്. നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിൽ എന്തിനാണ് ആമസോണിന്റെ പരസ്യം ഞാൻ കൊണ്ടുവച്ചിരിക്കുന്നത്? ആമസോണിന്റെ പരസ്യം നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിൽ വെച്ചിട്ട് എനിക്ക് എന്താണ് പ്രയോജനം? പ്രയോജനമുണ്ട്. ഈ സൈറ്റിലേക്ക് വരുന്നവരിൽ ആരെങ്കിലും ആമസോണിന്റെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആമസോണിലേക്ക് പോയി അവിടെ നിന്ന് എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ 24 മണിക്കൂറിനകം വാങ്ങിച്ചാലും മതി, എനിക്കൊരു കമ്മീഷൻ ലഭിക്കും. കാരണം അതൊരു റെഫറൻസ് ലിങ്കാണ്, അതൊരു അഫിലിയേറ്റ് ലിങ്കാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇതിനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു പ്രോഡക്റ്റ് നേരിട്ട് സെല് ചെയ്യേണ്ട ആവശ്യമില്ല, അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഒരു പ്രോഡക്റ്റോ സർവീസോ അല്ലെങ്കിൽ ഒരു സൈറ്റിലേക്കോ റെഫർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഒരാളെ അവിടേക്ക് റെഫർ ചെയ്ത് ആരെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടുന്ന സംവിധാനമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആമസോണിന്റെ സൈറ്റിൽ വന്ന് ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഇവിടെ ബിക്കം ആൻ അഫിലിയേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അഫിലിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ. ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാൻ കാർഡും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ കൊടുക്കുക. നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നമുക്ക് കമ്മീഷൻസ് വരുന്നത്. ഇതിന് ആമസോൺ അസോസിയേറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആമസോൺ അസോസിയേറ്റ് ആയിട്ട് മാറുന്നത് ഫ്രീ ആയിട്ട് നമുക്ക് ആമസോൺ അസോസിയേറ്റ് ആയിട്ട് മാറാൻ പറ്റും. ഫ്രീ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇരിക്കുന്ന ഏത് പ്രോഡക്റ്റിന്റെ ലിങ്ക് വേണമെങ്കിലും എടുത്ത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ കോമൺ ലിങ്ക് വേണമെങ്കിലും എടുത്ത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഒരു കോമൺ ലിങ്കാണ്, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ ലിങ്ക് അല്ല വെച്ചിരിക്കുന്നത്. ഇതിലൂടെ ക്ലിക്ക് ചെയ്ത് പോയി ഏത് പ്രോഡക്റ്റ് വാങ്ങിച്ചാലും കമ്മീഷൻ കിട്ടത്തക്ക രീതിയിലുള്ള ലിങ്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ലിങ്ക് പ്ലേസ് ചെയ്യുന്നു. ലിങ്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ അതിൽ ക്ലിക്ക് ചെയ്ത് പോയി പർച്ചേസ് ചെയ്യുമ്പോൾ കമ്മീഷൻ കിട്ടുന്നത്. ഇത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പ്ലേസ് ചെയ്യാൻ പറ്റും, വെബ്സൈറ്റിൽ മാത്രമല്ല. നമ്മൾ അഫിലിയേറ്റ് ആയി കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് സോഷ്യൽ മീഡിയകളായ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ വാട്സാപ്പിലൂടെ ഏതിലൂടെയെങ്കിലും പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു പാസീവ് ഇൻകം ആയിട്ട് മാറുന്നത്? നമ്മൾ ആദ്യ കാലങ്ങളിൽ കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യേണ്ടി വരും ആ ലിങ്കുകളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. പിന്നീട് ഈ ലിങ്കുകൾ എന്ന് പറയുന്നത് ഗൂഗിൾ സെർച്ചിൽ കയറി വരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് പോയി പർച്ചേസ് ചെയ്യുമ്പോഴോ ഓട്ടോമാറ്റിക്കലി ഇൻകം കിട്ടും. പക്ഷെ ആദ്യകാലം വർക്ക് ചെയ്തെങ്കിലേ നമുക്ക് അതൊന്ന് പോപ്പുലറൈസ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. പോപ്പുലർ ആയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി സെയിൽ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻകം വരും. അതാണ് ഈ ഒരു സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് റിസ്ക് ഒന്നുമില്ല. ഇതിനകത്ത് കമ്പനിയോ രജിസ്ട്രേഷനോ അങ്ങനെയുള്ള ഒന്നിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് വേണം, പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട് മതി, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് മതി. അത് കൂടാതെ നമുക്കൊരു പാൻ കാർഡും കൂടെ വേണം. കാരണം പാൻ കാർഡ് ഉണ്ടെങ്കിലാണ് ആ സൈറ്റിനകത്ത് അപ്രൂവൽ ലഭിക്കുന്നത്. കാരണം ഇതിന് കിട്ടുന്ന കമ്മീഷന്റെ ടാക്സ് നമ്മൾ ഗവൺമെന്റ് പേ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. നമ്മുടെ ഇൻകം ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ ഇൻകം ടാക്സ് പരിധിക്ക് മുകളിൽ വരുന്ന ആളാണെങ്കിൽ എന്നുള്ളതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാണ് ജോബ് കിട്ടി. എന്നാൽ അവിടെ എന്താണ് വർക്ക് വരിക? അവിടെ എന്താണ് വർക്ക് വരിക? ഞാനിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു, എവിടെയെങ്കിലും ജോബ് കിട്ടി, എന്നാൽ അവിടെ എന്താണ് വർക്ക് വരിക എന്ന് സജ്ജാദ് ചോദിക്കുന്നുണ്ട്. അവിടെ വരുന്ന വർക്ക് എന്ന് പറയുന്നത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ആഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫേസ്ബുക്ക് ആഡുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് റൺ ചെയ്യുന്നതും അവിടെ നിന്ന് കസ്റ്റമർ എൻക്വയറീസ് ജനറേറ്റ് ചെയ്യുന്നതും ഒരു വർക്കായിരിക്കും. രണ്ടാമത് ഗൂഗിൾ സെർച്ചിൽ വരുന്ന പരസ്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ വെബ്സൈറ്റുകൾ സെർച്ചിലെത്തിക്കുന്ന മെത്തേഡുകൾ, ഇതൊക്കെയാണ് അവിടെ വരുന്ന വർക്ക്. അത് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കമ്പനിയുടെ റിക്വയർമെന്റ് അനുസരിച്ചായിരിക്കും ചെയ്യേണ്ടി വരുന്നത്. അതേപോലെ തന്നെ ഈ ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഡിസൈനേഴ്സ് ഇല്ലാതെയും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു, അദ്ദേഹത്തിന് ജോബ് കിട്ടുന്നില്ല എന്ന് പറയുന്നു. ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് ജോബ് കിട്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സംഭവം എന്താണെന്ന് ഞാൻ പറയാം. ഒന്നെന്ന് പറയുന്നത് ഒരു ഫ്രീലാൻസ് വർക്കെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്ത് ഒരു ഫ്രീലാൻസ് വർക്കെങ്കിലും എടുക്കുക. ഒരു ഫ്രീലാൻസ് വർക്ക് എടുത്ത് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. ചെയ്തു കൊടുക്കുമ്പോൾ അവിടെ പൈസയും കിട്ടുമല്ലോ അല്ലേ? ഒരു വർക്ക് നമ്മൾ എടുത്ത് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ പൈസയും കിട്ടും. പൈസ കിട്ടുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അവിടെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ സാധിക്കും. എന്താണ് പോർട്ട്ഫോളിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ഒരിടത്ത് ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്,
നിങ്ങൾ എന്തെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അന്നേരം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ എടുത്ത് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഞാൻ ഇന്ന ക്ലയൻസിന് വേണ്ടിയിട്ട് ആഡുകൾ റൺ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇത്ര ലീഡ്സ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്, ഈ വർക്കുകൾ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ച് മുന്നോട്ട് ഇട്ട് കൊടുക്കാൻ സാധിക്കും. അവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്ക് ജോലിക്ക് എടുക്കാതിരിക്കാൻ വേറെ വഴിയില്ല. കാരണം നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഒരാൾക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരാളാണ്. കാരണം പലപ്പോഴും നമ്മുടെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ലെങ്കിൽ പോലും 1-2 ക്ലയൻസിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്തതിന്റെ പ്രൂഫ് എടുത്ത് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ജോലി കിട്ടും. കാരണം എല്ലാ കമ്പനികൾക്കും വേണ്ടുന്നത് എന്താണ്? പഠിച്ചിറങ്ങിയ ഒരാളിനെ അല്ല വേണ്ടത്, ചെയ്യാൻ അറിയാവുന്ന ഒരാളിനെയാണ് വേണ്ടത്. ഏത് കമ്പനിയിലാണെങ്കിലും ചെയ്യാൻ അറിയാവുന്ന ഒരാളിനെയാണ് വേണ്ടത്. നമുക്ക് എന്ത് ഡിഗ്രി ഉണ്ടെന്നോ എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നോ പലപ്പോഴും നോക്കാറില്ല. നമ്മുടെ കമ്പനിയിലേക്ക് ആക്ച്വലി സ്റ്റാഫിനെ ഹയർ ചെയ്യുമ്പോൾ എന്ത് ഡിഗ്രി ആണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ക്വാളിഫിക്കേഷൻ, ബേസിക് അവർ +2 എങ്കിലും പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോയിട്ടുണ്ടോ അത്രയും നോക്കത്തുള്ളൂ. പക്ഷെ അവർക്ക് വർക്ക് അറിയാമെന്നുള്ളതാണ് ഞാനിവിടെ നോക്കാറുള്ളത്. അതാണ് ആക്ച്വലി എല്ലാ കമ്പനികൾക്കും വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? ഒരാളുടെ ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരാളുടെ ക്വാളിഫിക്കേഷനോ അല്ല, അവർക്ക് നമ്മുടെ കമ്പനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്. അതിനുള്ളൊരു പ്രൂഫാണ് ആക്ച്വലി ഒരാൾക്ക് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതിന് ഏറ്റവും നല്ല വഴിയാണ് ഞാൻ ഈ പറഞ്ഞ ഫ്രീലാൻസ് ആയിട്ട് ഒരാൾക്കെങ്കിലും വർക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്ത് ആ പ്രൂഫ് കാണിക്കൂ. ഞാൻ ഇന്ന ആൾക്ക് വേണ്ടി ആഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്ര റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ഇത്ര ലീഡ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ അയച്ചു കൊടുക്കും. അതാണ് അതിന്റെ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്. കാരണം പലരും ചോദിക്കും ആക്ച്വലി എവിടെയെങ്കിലും ജോലി കിട്ടിയെങ്കിലല്ലേ എനിക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുള്ളൂ, എക്സ്പീരിയൻസ് കിട്ടിയെങ്കിലല്ലേ അവരുടെ ജോലി കിടക്കുള്ളൂ. അതിനുള്ളൊരു വഴിയാണ് ആക്ച്വലി ഫ്രീലാൻസ് ആയിട്ട് ചെയ്തങ്ങ് തുടങ്ങുക. അപ്പോൾ അവിടെ ചെയ്തും പഠിക്കാം, വരുമാനവും കിട്ടും, ഈ എക്സ്പീരിയൻസും വെച്ച് ഈ റിസൾട്ടും വെച്ചിട്ട് നമുക്ക് ഒരിടത്ത് ജോലി കയറാൻ സാധിക്കും. അതാണ് ഏറ്റവും നല്ല വഴി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ടിംഗ് സാലറി എത്ര കിട്ടും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഡിപ്പെൻസ് ഓൺ യുവർ സ്കില്ല് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഏത് ജോബിനാണെങ്കിലും ഡിപ്പെൻസ് ഓൺ ദി സ്കില്ല്. സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 30,000 40,000 മേടിക്കുന്നവരുണ്ട്. സ്റ്റാർട്ടിംഗ് സാലറി 15,000 കയറേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. ഡിപ്പെൻസ് ഓൺ ദി സ്കിൽ. നിങ്ങൾക്ക് ഡിമാൻഡിങ് പവർ എങ്ങനെയാണ് കിട്ടുന്നത്? നിങ്ങൾക്ക് അതിനകത്ത് സ്കില്ലും നിങ്ങൾക്ക് അതിനകത്ത് നോളജും ഉണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തെ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് എടുക്കാൻ അവർക്ക് തോന്നും. കാരണം ഇയാൾക്ക് എൻ്റെ ബിസിനസ്സിൽ ഇത്ര രൂപ ഇൻകം കൊണ്ടുവരാൻ കപ്പാസിറ്റി ഉള്ള ആളാണെന്ന് ഫീൽ ചെയ്യും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രീലാൻസ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫ്രീലാൻസ് ചെയ്യുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫ്രീലാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലയൻസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ചില മെത്തേഡ്സ് ആണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ കുറേയധികം ടോപ്പിക്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. തൽക്കാലം നമുക്ക് ഇന്നത്തെ സെഷന്റെ ക്ലോസിംഗിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ ചാറ്റ് വിൻഡോയിൽ രേഖപ്പെടുത്താവുന്നതാണ്. സെഷന്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പ് പറയാൻ സാധിക്കുന്നില്ല. എന്തായാലും ക്ലാസ്സിന് ശേഷം നമ്മുടെ എക്സിക്യൂട്ടീവിന് ബന്ധപ്പെട്ട് പോകുക. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണെങ്കിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ ചാറ്റ് വിൻഡോയിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു മേഖല എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നതും എനർജി സ്പെൻഡ് ചെയ്യുന്നതും പൈസ സ്പെൻഡ് ചെയ്യുന്നതും തീർച്ചയായിട്ടും വർത്താണ്. കാരണം ഞാൻ ഈ മേഖലയിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് പറയാം. 2016 ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ ബൂമിംഗ് ആയിട്ട് വന്നിട്ടിരിക്കുന്ന ഒരു സംഗതിയാണെന്ന് എനിക്ക് അന്നേ മനസ്സിലായി. അപ്പോൾ ഇതിലേക്ക് അവിടുത്തെ വലിയ ഹൈ പേയിങ് സാലറി വിട്ടിട്ട് ഇതിലേക്ക് വരണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് എന്നെ ഇതിലേക്ക് നയിച്ച വേറെ 2 കാര്യങ്ങളും കൂടെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഒന്ന് പറഞ്ഞാൽ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് എനിക്കൊരു പാഷനേറ്റ് ആയിട്ടുള്ള സംഗതിയാണ്. നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും ബോറടിക്കത്തില്ല. ഓക്കെ, അപ്പം ഈ മേഖല എന്തായാലും തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ക്ലാസ്സുകൾ എടുക്കുകയും മറ്റുള്ളവരെ ഇന്ററാക്ട് ചെയ്യുകയും ചെയ്യുന്നത് എനിക്കൊരു സന്തോഷമുള്ള സംഗതിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ചൂസ് ചെയ്തുകൂടാ എന്ന് തീരുമാനിച്ചു. മൂന്നാമത്തത് ടെക്നോളജി എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ മാത്രം നിന്നാൽ പോരാ. ടെക്കീസ്, ടെക്നോ പാർക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുടെ മാത്രം നിന്നാൽ പോരാ, എല്ലാവരിലേക്കും എത്തണമെന്നുള്ള ആഗ്രഹം. ഈ 3 റീസൺ കൊണ്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് 2016 വരുന്നത്. ഒന്ന്, ഇത് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് എനിക്ക് ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള സംഭവമാണ്. മൂന്നാമത്തേന്ന് പറയുന്നത് ടെക്നോളജി എല്ലാ ആൾക്കാരിലേക്കും എത്തണമെന്നുള്ളൊരു ആഗ്രഹം. അത് നല്ല രീതിയിൽ പോകുന്നു. കഴിഞ്ഞ 9 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ ഈ ക്ലാസ്സുകളിൽ നിങ്ങൾ വരുന്നത് ഇന്ററാക്ട് ചെയ്യുന്നതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്ലൈ ചെയ്ത് റിസൾട്ടുകളൊക്കെ കിട്ടുന്നതാണ് എനിക്ക് കേൾക്കുന്നത് അറിയുന്നതൊക്കെയാണ് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സും ലൈഫും ഒക്കെ ഇതിലൂടെ മെച്ചപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ചാറ്റ് ചെയ്യുന്ന ഗൂഗിൾ മൈ ബിസിനസ് പേജിന് ഇങ്ങനെ അഫിലിയേറ്റ് ലിങ്ക് കൊടുക്കാൻ പറ്റുമോ? ആക്ച്വലി ഗൂഗിൾ മൈ ബിസിനസ് അതിന് വേണ്ടിയിട്ടുള്ള സംഗതി അല്ല. നമ്മുടെ ബിസിനസ് ഗൂഗിൾ സെർച്ചിൽ എത്തുകയും അതിലൂടെ നമുക്ക് ബിസിനസ് കൊണ്ടുവരാനുള്ള സംഗതിയാണ്. അഫിലിയേറ്റിന് വേണ്ടിയിട്ട് വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് നിർമ്മിക്കാവുന്നതാണ്. അതേപോലെ നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് മെസ്സേജ് ചെയ്യുന്നു, ഓൺലൈൻ ക്ലാസ്സിന്റെ ഓഫർ കഴിഞ്ഞു എന്നുള്ളത്. ഓൺലൈൻ ക്ലാസ്സുകളുടെ 6500 എന്ന ഓഫർ
കഴിഞ്ഞോ എന്നുള്ളത് നിങ്ങളുടെ എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയച്ചാലാണ് അറിയാൻ സാധിക്കുന്നത്. 6500 ഓഫർ കഴിഞ്ഞ ഗ്രൂപ്പുകളിലാണ് 14,500 വരുന്നത്. ഓക്കെ, 7,500 7,000. ഓഫർ കഴിയാത്ത ഗ്രൂപ്പുകളിലാണെങ്കിൽ നിങ്ങളുടെ എക്സിക്യൂട്ടീവ് മെസ്സേജ് അയച്ചാൽ അറിയാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകളുടെ ഡേറ്റുകളും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊച്ചിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് തന്നെ ഇപ്പം തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നാളെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ സീറ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, അതേപോലെ തന്നെ തിരുവനന്തപുരവും ഇമ്മീഡിയറ്റ് ആയിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, കോഴിക്കോടും കണ്ണൂരും. യുവർ ടീച്ചിങ് സ്റ്റൈൽ ഈസ് യൂണിക് ആൻഡ് എഫക്റ്റീവ്. You make online learning enjoyable. Thank you, Ibrahim sir. Thank you for your nice comments. Okay. അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഇന്നത്തെ സെഷനിൽ പങ്കെടുത്തതിന്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.